ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ എന്നെ ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ കണ്ടിട്ടുണ്ടാവും. യൂട്യൂബ് ചാനലാണ്, IPM IAS അക്കാഡമിയുടെ യൂട്യൂബ് ചാനലാണ്. അതിൽ മലയാളത്തിലുള്ള ക്ലാസ്സുകളും മലയാളത്തിലുള്ള നമ്മളുടെ അഡ്വൈസുകളും അതേപോലെയുള്ള ഒപ്പീനിയൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഇതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പം ഒരുപാട് നാളായിട്ട് നമ്മൾ വിചാരിക്കുകയാണ്, മലയാളത്തിൽ നമ്മൾ ഈ സ്ട്രാറ്റജീസ് എങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം നമ്മളുടെ ഒരു ഒരു പ്രിപ്പറേഷൻ മോഡ് എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു സെഷൻ ചെയ്യണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ ഒരു സെഷനാണ് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ കൂടെയുള്ളത് വിഷ്ണു ആണ്. വിഷ്ണു നമ്മുടെ സ്റ്റുഡൻ്റ് ആണ്, സിവിൽ സർവീസ് ആസ്പിറന്റ് ആണ്, സ്റ്റുഡൻ്റ് ആണ്. അതേപോലെ തന്നെ സിവിൽ സർവീസ് എക്സാമിനേഷൻ മാത്രമല്ല, നമ്മുടെ PSC ഉൾപ്പെടെയുള്ള ഒരുപാട് എക്സാമിനേഷൻസ് എഴുതുകയും ഇതിൻ്റെയൊക്കെ മെയിൻസ് എക്സാമും ഒക്കെ അറ്റൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വിഷ്ണു. അപ്പം വിഷ്ണു ഒരു ഓൺ ഗോയിങ് സ്റ്റുഡൻറ്റും കൂടെ ആയതുകൊണ്ട് തന്നെ, ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വിഷ്ണു ചോദിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പല കുട്ടികളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളും നമ്മുടെ ഈ ഒരു സെഷനകത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ വിഷ്ണു, അപ്പം മെയിൻലി എനിക്ക് ചോദിക്കാനുള്ളത്, വിഷ്ണു സിവിൽ സർവീസ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്ത സമയത്ത് നമ്മൾ ഒരു ഒരു വലിയ എക്സാം, അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എക്സാം നമ്മൾ കൺസിഡർ ചെയ്യുന്ന, ഏറ്റവും ചലഞ്ചിങ് എക്സാം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്തപ്പോൾ മറ്റുള്ള എക്സാമുകൾക്ക് അത് എത്രത്തോളം ഗുണകരമായിട്ടുണ്ട്? അതായത് എനിക്ക് മനസ്സിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ലാസ്റ്റ് 8 years ആയിട്ട് PSC ട്രൈ ചെയ്യുന്ന മീൻസ് ഇപ്പോൾ ആഫ്റ്റർ 18 years +2 പാസ്സായി, ദെൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന സമയം തൊട്ട് വളരെ നോർമലായിട്ട് എല്ലാ നമ്മുടെ കേരളത്തിലുള്ള മോസ്റ്റ് ഓഫ് ഇന്ത്യയിലല്ല തന്നെ, പ്രത്യേകിച്ച് കേരളത്തില് ഇപ്പൊ PSC എഴുതുക എന്ന് വീട്ടുകാർ പറയും. അപ്പൊ ആ ഒരു ഇതിലൂടെയാണ് ഞാനും കടന്നു വന്നത്. അപ്പൊ ഞാൻ എക്സാം എഴുതുന്നല്ലാണ്ട് ഇതിനു വേണ്ടി വേറെ പ്രിപ്പറേഷൻ ഒന്നും നടത്തുന്നില്ല. ഞാൻ എന്റെ സ്റ്റഡീസുമായിട്ട് ഡിഗ്രി ആയിട്ട് മുന്നോട്ട് പോയി, ശേഷം PG ചെയ്തു. PG കഴിഞ്ഞപ്പോഴാണ് ഈ സിവിൽ സർവീസ് ചെയ്യണമെന്നൊരു താല്പര്യപ്പെടുന്നത്. പക്ഷെ എന്താ പറയുക, ഞാനൊരു സയൻസ് സ്റ്റുഡന്റ് ആണ്. ബാക്കിയുള്ള പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് സിനാരിയോസിലേക്ക് ഞാൻ അത്ര എക്സ്പോസ്ഡ് അല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ കണ്ടുകൊള്ളുന്നത്, എന്റെ അച്ഛൻ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. സോ എനിക്കും അത് ചെയ്യാം, അല്ലെങ്കിൽ അത് അത് എന്താ പറയാ, നമുക്ക് എങ്ങനെ ഇതിന്റെ ഭാഗമായി മാറാൻ പറ്റും. അപ്പൊ എനിക്ക് അതിനോട് വല്ലാത്തൊരു താല്പര്യം തോന്നി. പക്ഷെ എന്റെ ആ സമയത്ത് താല്പര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഇതേപോലെ പറഞ്ഞ പോലെ, സാർ പറഞ്ഞ പോലെ 2 years ഇപ്പം കോച്ചിങ് ചെയ്തു, സ്റ്റിൽ കോച്ചിങ് നമ്മുടെ അക്കാഡമിയിൽ കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് എനിക്ക് ഒരു ഭയങ്കര ഒരു ചേഞ്ച് തോന്നിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനിപ്പോ ലാസ്റ്റ് വന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം എഴുതി. ഇപ്പം അതിനുശേഷം പഞ്ചായത്ത് സെക്രട്ടറിയുടെ മെയിൻസ് എഴുതി. അപ്പൊ ഇതിലെല്ലാം ഒരു UPSC പാറ്റേൺ ആണ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ അവർ അപ്ഡേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള UPSC സബ്ജക്ട്സ് പഠിക്കുന്നു, പിന്നെ അതിന്റെ കൂടി കറണ്ട് അഫയർ പഠിക്കും. ഇത് രണ്ടും ഒരു PSC അല്ലെങ്കിൽ SSC ലെവലിൽ നിന്ന് വളരെ കീൻ ആയിട്ടാണ് നമ്മൾ UPSCയിൽ സ്റ്റഡി ചെയ്യുന്നത്. ഈ താഴേക്കുള്ള ലെവലിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഇതിന്റെ ആവശ്യം വരുന്നില്ല. എന്നാൽ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ അതിന്റെ മുൻപത്തെ വർഷത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ തന്നെ നമുക്കൊരു, എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറി പോലെ നമുക്കിത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഓക്കെ, ഓക്കെ. ഇപ്പം ഞാനും ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ്. നമ്മൾ ഈ സിവിൽ സർവീസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് മറ്റു പല എക്സാമുകൾക്കും വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഫാക്ടറും കൂടെയാണ്. ഓക്കെ, കാരണം ഇപ്പം അത് Yes, sir. വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് PSC എക്സാംസുകൾക്ക് ഇപ്പോൾ അവർ സിവിൽ സർവീസിന്റെ ലെവലിലേക്ക് വരുന്നു എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആ പാറ്റേൺ ലെവലിലുള്ള ക്വസ്റ്റ്യൻസുകൾ അനാലിസിസ് ചെയ്യുന്നതായാലും അങ്ങനെയുള്ള ഒരുപാട്, ഇപ്പം നേരത്തെയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ, ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, അവർ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യം, ചിലപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണ് പറഞ്ഞിട്ട് 4 ഓപ്ഷനും കൊടുത്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വളരെ ഇവാലുവേറ്റ് ചെയ്ത്, അല്ലെ വളരെ ക്രിട്ടിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഓപ്ഷനുകളിൽ നിന്ന് നമ്മൾ ഉത്തരം മനസ്സിലാക്കേണ്ടുന്ന ഒരു ചോദ്യത്തിന്റെ ലെവലിലേക്കൊക്കെ ഇപ്പൊ എത്തിയിട്ടുണ്ട്. അത് ഒരു സിവിൽ സർവീസ് എക്സാമിനേഷന്റെ ഒരു പാറ്റേൺ തന്നെയാണ്. അപ്പം ഈ എക്സാം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ വളരെ ഇൻഡെപ്തിലേക്ക് പോകുന്നു എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള എല്ലാവരുടെയും ഒരു ഒരു വിശ്വാസം. പക്ഷെ ഇപ്പൊ മറ്റുള്ള എക്സാമുകളും ഈ ഇൻഡെപ്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ വിഷ്ണു, അപ്പം വിഷ്ണു എന്തൊക്കെയാണ് ചോദ്യങ്ങളുള്ളത് ചോദിക്കാം?
അതായത് സാർ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ കുറെ അധികം ആസ്പിറൻസിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ ഇപ്പൊ എന്നെ പോലെ തന്നെ പി ജി കഴിഞ്ഞ് ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. ഇപ്പൊ മോസ്റ്റ്ലി ഒരു പി ജി ചെയ്യുന്ന സമയത്ത് നമ്മുടെ എന്താ പറയാ, ഇപ്പം ഒരു റിസർച്ചിലേക്ക് ചിന്തിക്കുകയും അത് കഴിയുമ്പോൾ അതിന്റെ പോസിബിലിറ്റീസ് ഇപ്പൊ നമുക്ക് എത്രത്തോളമാണെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ ജോലിയിലേക്ക് മാത്രം അല്ലെങ്കിൽ താല്പര്യപ്പെട്ട് വരുന്ന രണ്ടു തരം ആളുകളുണ്ട്. അപ്പം ഇവർക്ക് ഈ താല്പര്യം അല്ലെങ്കിൽ ഒരു ജോലി എന്ന രണ്ട് കാര്യമേ കാണത്തുള്ളൂ. ഇതെങ്ങനെ ബേസിക് ലെവലിൽ നിന്ന് എങ്ങനെ തുടങ്ങണം എന്നുള്ളത് അതിന്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്താണെന്ന്. കാരണം നമുക്കൊരു ഒരു മോട്ടിവേഷൻ അപ്പുറത്തേക്ക് ഒരു കൺസിസ്റ്റൻസി കൊടുക്കുന്ന ഒരു ഫാക്ടർ എന്താണ് നമുക്ക് തുടങ്ങി വെക്കാൻ പറ്റിയത്. ഓക്കെ, അപ്പം ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെ തുടങ്ങണം. അപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളായാലും അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക പുതിയതായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് വരുമ്പോഴേക്കും എങ്ങനെയായിരിക്കണം അതിൻ്റെ ഒരു തുടക്കം, അല്ലെ ആ ഒരു മോട്ടിവേഷൻ ലെവൽ എങ്ങനെ കീപ്പ് ചെയ്യണം എന്നുള്ളതല്ല ചോദ്യം. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഫൗണ്ടേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അപ്പം എല്ലാ എക്സാമുകൾ പോലെ തന്നെ ഇതിനൊരു ഫൗണ്ടേഷൻ ഉണ്ട്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറയുന്നതിന് ഒരു സിലബസ് ഉണ്ടെന്നുള്ളതാണ്. കാരണം എല്ലാവരുടെയും വിചാരം ഈ സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളും വായിക്കുകയും അറിയുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവരാണ് സിവിൽ സർവീസ് എക്സാം എഴുതി ക്ലിയർ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് സിവിൽ സർവീസ് എക്സാമിനും ഒരു സിലബസ് ഉണ്ട്. അതൊരു എക്സാം ആണ്, ഒരു പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള പരീക്ഷയാണ്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സിലബസിനെ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഗുണം എന്ത് പഠിക്കണം എന്ത് പഠിക്കണ്ട എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവും. അപ്പം അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, ഓക്കെ എനിക്ക് ഇത് റെലവെന്റ് ആണോ, ഞാനൊരു ന്യൂസ് പേപ്പർ വായിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ ന്യൂസ് എനിക്ക് റെലവെന്റ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് സിലബസ് ആണ്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് പത്രവായന, ന്യൂസ് പേപ്പർ റീഡിങ്. അത് നമ്മൾ വായിക്കുന്നത് പോലെ എല്ലാ ന്യൂസും വായിക്കണമെന്ന് പറയുന്നില്ല. എല്ലാ ന്യൂസും വായിക്കാം, ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മളുടെ സമകാലിക സംഭവങ്ങളെ പറ്റിയിട്ടും നമുക്ക് ചുറ്റുപാടും എന്ത് നടക്കുന്നതിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് എല്ലാം വായിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പക്ഷേ ഒരു സിവിൽ സർവീസ് ആസ്പിരന്റ് എന്ന നിലയ്ക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടുന്ന ചില ന്യൂസുകളുണ്ട്. ആ ന്യൂസുകളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇതേപോലെ നമ്മൾ ഈ സിലബസിൽ നിന്നായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. സിലബസ് ഓറിയന്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ന്യൂസ് തിരഞ്ഞെടുക്കുന്നത്. കാരണം സിലബസ് ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു ന്യൂസിന് സിലബസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, സ്റ്റാറ്റിക് സിലബസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ മൂന്നാമത് വരുന്നത് NCERT എന്ന് പറയുന്ന ഫൗണ്ടേഷനാണ്. അപ്പോൾ ഈ NCERT ടെക്സ്റ്റ് ബുക്ക് ഏകദേശം ഒരു 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ഇവിടെയാണ് ഈ സയൻസിൽ നിന്ന് വരുന്ന കുട്ടികൾക്കുള്ള ഒരു ഇൻട്രോ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമ്മൾ ചിലപ്പോൾ നിങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോൾ ഫിസിക്സ് പോലുള്ള സബ്ജക്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ബോട്ടണി സുവോളജി പോലുള്ള സബ്ജക്റ്റിൽ നിന്നൊക്കെ വരുന്ന ആളുകളാകാം, അല്ലെങ്കിൽ MBBS കഴിഞ്ഞിട്ട് വരുന്ന ആളുകളാകാം. ഇവർക്കെല്ലാം ആദ്യം തോന്നുന്ന ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ ഒരു സോഷ്യൽ സയൻസ് സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ്. ഇപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് അറിഞ്ഞിരിക്കാതെ ഞാൻ എങ്ങനെ ഇത് പഠിക്കും എന്നുള്ളൊരു ഡൗട്ട് ചിലപ്പോൾ വരാറുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങൾ NCERT വായിക്കുമ്പോൾ ഈ പറഞ്ഞ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ് ഇങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും കൃത്യമായിട്ടുള്ള ഫൗണ്ടേഷൻ മനസ്സിലാവും. പിന്നെ ഏതൊരു കുട്ടിയെ പോലെ തന്നെ ഏത് ക്ലാസ്സിൽ അല്ലെ ഏത് സബ്ജക്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ഈവൻ മാസ്റ്റേഴ്സ് എടുത്ത് വന്നിട്ടുള്ള കുട്ടികളെ പോലെ തന്നെ നിങ്ങൾക്കും ഇതിന്റെ അഡ്വാൻസ് ലെവലിലേക്ക് കിടക്കാൻ വേണ്ടി പറ്റും. കാരണം അത്രമാത്രം സോളിഡ് ആയിട്ടാണ് ഈ NCERT ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും കവർ ചെയ്തിട്ടുള്ളത്. സോ അതായിരിക്കും നമുക്ക് ഈ മോട്ടിവേഷൻ നിലനിർത്താനും അത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. ആ ഫൗണ്ടേഷൻ മനസ്സിലാക്കി അത് കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ മോട്ടിവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും അത് നിലനിർത്താനും ഒക്കെ സാധിക്കുന്നതാണ്. ഇപ്പൊ ഓപ്ഷൻ സബ്ജക്ട് ചൂസ് ചെയ്യുന്ന ഇപ്പം സയൻസിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ PG ചെയ്ത സ്റ്റുഡൻസിന്റെ കാര്യമാണ് ചോദിച്ചത്. ഇപ്പൊ എനിക്ക് അവർ 2 ടൈപ്പ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ PYQs റെഫർ ചെയ്തതിനു ശേഷം ഓക്കെ ഈ ഓപ്ഷൻ സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻസ് എനിക്ക് അറിയാം, അപ്പൊ അതായത് എന്റെ സബ്ജക്റ്റ് ആണ്, ഞാൻ പഠിച്ച സബ്ജക്റ്റ് ആണ്, ഞാൻ ഇത് എടുക്കുന്നുള്ളൂ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെ അവർ തന്നെയാണ്, അല്ലെങ്കിൽ ആ ടൈപ്പ് ഇപ്പൊ ഞാൻ ഈ സബ്ജക്ട് തന്നെ എന്റെ സബ്ജക്ട് തന്നെ എടുക്കുന്നു, പക്ഷെ ഇവർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്ത് കാണത്തില്ല, ഞാൻ പഠിച്ചു എന്ന ഒറ്റ കാര്യത്തിന്റെ ബേസിസിൽ മാത്രമായിരിക്കും. പിന്നെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാംസും ഇതും അല്ലെങ്കിൽ ഈ സിവിൽ സർവീസിന്റെ എക്സാംസും തമ്മിൽ ഒരു നല്ല കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള തരത്തിലാണല്ലോ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താ, അല്ലെങ്കിൽ ഈ ഓപ്ഷനിൽ അവരെ ഏത് തരത്തിൽ ചൂസ് ചെയ്യണം എന്ന്? ഓക്കെ, മനസ്സിലായി. നല്ല ഒരു വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ
എല്ലാവരും ചെയ്യുന്ന ഒരു പ്രോബ്ലം കൂടാണിത്. കാരണം ഒരു ഈഗോയുടെ ഒരു പ്രോബ്ലം ഇവിടെ വരും. കാരണം ഞാൻ പഠിച്ചത് ഇന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഞാൻ വേറൊരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ തന്നെ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എനിക്ക് തന്നെ എന്ത് തോന്നും, എന്നോട് തന്നെ എനിക്കൊരു ഒരു ഒരു ഇതുണ്ടല്ലോ, ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ഞാൻ ഇത്ര 3 വർഷം ഒരു സബ്ജക്റ്റ് പഠിച്ചു, എന്നിട്ട് എന്തുകൊണ്ട് ഞാൻ ആ സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കോൺട്രഡിക്ഷൻ, അല്ലെങ്കിൽ ഒരു 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 ഫൈറ്റ്, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് നമ്മുടെ ഉള്ളിൽ തന്നെ വരും. അതിന്റെ ഭാഗമായിട്ടായിരിക്കും പലപ്പോഴും ആളുകൾ ഈ പഠിച്ച സബ്ജക്റ്റ് എടുക്കാനായിട്ട് പോകുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ നോളജിന്റെ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ പ്രൂവ് ചെയ്യുകയോ, അല്ലെ ഞാൻ ഇത്ര നന്നായിട്ട് പഠിച്ചിരുന്നു, അതിന് ഇത്ര മാർക്ക് ഞാൻ വാങ്ങിയിരുന്നു, ആ മാർക്കൊന്നും വെറുതെ വാങ്ങിയതല്ല, അതൊക്കെ ഞാൻ പഠിച്ചു തന്നെ വാങ്ങിയതാണ് എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ അല്ല ഇത്. ഈ എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഗവൺമെന്റ് പോസ്റ്റിലേക്കുള്ള നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യം മാത്രമാണ്, ഒരു പരീക്ഷ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത്, എളുപ്പം ഇൻ ദ സെൻസ്, അതിന് 3 രീതിയിൽ ഞാൻ അതിനെ വ്യാഖ്യാനിക്കാം. ഒന്ന് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ പഠിച്ച സബ്ജക്റ്റ് വേറൊന്നായിരിക്കാം. പലപ്പോഴും പല കുട്ടികളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സാർ ഞാൻ പഠിച്ചത് പൊളിറ്റിക്കൽ സയൻസ് ആണ്, പക്ഷെ എനിക്ക് ആ സബ്ജക്റ്റിൽ വലിയ താല്പര്യമില്ല, എനിക്കിഷ്ടം സോഷ്യോളജിയാണ്, ഇത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ചില കുട്ടികൾ പറയാറുണ്ട്, ഞാൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചിട്ടുള്ളത്, പക്ഷേ എഞ്ചിനീയറിംഗ് എനിക്ക് എഴുതാൻ താല്പര്യമില്ല, എനിക്ക് ജോഗ്രഫിയാണ് ഓപ്ഷനായിട്ട് എടുക്കാൻ ഇഷ്ടം. കാരണം അവരുടെ ഇഷ്ടം അതാണ്, അവരുടെ ഇഷ്ടം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഒരു എന്താ ഒരു ഔട്ട്കത്തിന് വേണ്ടി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമുക്ക് ഒരുപാട് പ്രഷർ ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ചൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കണം. 2, ഇപ്പൊ വിഷ്ണു ചോദിച്ചൊരു ചോദ്യം പോലെ തന്നെ നമ്മൾ അതിന്റെ PYQ ഒന്ന് റെഫർ ചെയ്ത് നോക്കണം. PYQ റെഫർ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്, നിങ്ങൾ പഠിച്ചു എന്നൊക്കെ പറയും, പക്ഷെ PYQ റെഫർ ചെയ്യുമ്പോൾ മനസ്സിലാവും ഇത് നമ്മൾ പഠിച്ച നമ്മളുടെ സാധാരണ സെമിസ്റ്റർ എക്സാമിനേഷന്റെ മോഡലിലായിരിക്കില്ല, അങ്ങനെയുള്ള രീതിയിലായിരിക്കില്ല നമ്മൾ ഈ ക്വസ്റ്റ്യനെ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഈ കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അങ്ങനെ മനസ്സിലാവുമ്പോൾ നമ്മളുടെ കുറച്ചും കൂടി നമുക്ക് തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് നമുക്ക് വേറെ ഒരു ഓപ്ഷണൽ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്ക് കുറച്ചും കൂടി അഡ്രസ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കുറച്ചുകൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ നോക്കേണ്ട ഒരു കാര്യം, നമുക്ക് കുറച്ച് സമയമേ ഉള്ളോ, നമ്മളുടെ പ്രിപ്പറേഷൻ ടൈം എത്രത്തോളം ഉണ്ട്, ഇതിന്റെ ഇത്രയും സ്പീഡിൽ എനിക്ക് കവർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണക്കിലെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷണൽ എത്രമാത്രം ജനറൽ സ്റ്റഡീസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാം. അതായത് ഇപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷണൽ എന്ന് പറയുന്നത് സോഷ്യോളജി ആണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ആണ്, അല്ലെങ്കിൽ ഹിസ്റ്ററി ആണ്. പൊളിറ്റിക്കൽ സയൻസും ഹിസ്റ്ററി ഒക്കെ ആണെങ്കിൽ അത് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യും, ജനറൽ സ്റ്റഡീസിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഹിസ്റ്ററി ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ GS പേപ്പർ 1ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഇന്ത്യൻ പൊളിറ്റിക്കൽ സയൻസ് എടുക്കുകയാണെങ്കിൽ അതും കൃത്യമായിട്ട് തന്നെ GS 2ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ജോഗ്രഫി എടുക്കുകയാണെങ്കിലും GS 1ലേക്ക് കൃത്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സബ്ജക്റ്റ് ആണ്. അപ്പം ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ എടുക്കുമ്പോൾ നിങ്ങൾ ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ വെറുതെ ആകുന്നില്ല, ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾക്ക് ഇവിടെയും ആപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്കിലെടുക്കാം. പക്ഷെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കിലെടുക്കേണ്ടത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ടഫായിട്ടുള്ള സബ്ജക്റ്റും പഠിച്ചെടുക്കാൻ സാധിക്കും. കാരണം യു ആർ പാഷനേറ്റ് അബൌട്ട് സ്റ്റഡിങ് ദാറ്റ്. പക്ഷെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് വെച്ചോളുക, വളരെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് ഏറ്റവും വലിയൊരു തലവേദനയായി മാറാനുള്ള സാധ്യതയുമുണ്ട്. സോ ഈ ഒരു കോൺസെപ്റ്റിലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ പഠിച്ച സബ്ജക്റ്റിന്റെ ഒരു ഈഗോ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയതിന് ശേഷം വേണം ഓപ്ഷണൽ സബ്ജക്ട് സെലക്ഷനിലേക്ക് എത്താനായിട്ട്. പ്രാക്ടിക്കൽ ആയിരിക്കും. ഒരുപാട് ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ, ഞാൻ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് കണ്ടത്. ഇപ്പൊ ഞാൻ എന്റെ ബിഗിനിങ്, അല്ലെങ്കിൽ ഇപ്പൊ 2 ഇയേഴ്സ് ആയി, എന്റെ ഫസ്റ്റ് ഇയറിൽ ഞാൻ ചെയ്തൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ ഈ CSAT ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് കുറെ അങ്ങ് ആദ്യം ചെയ്യുകയും ശേഷം ഓക്കെ എനിക്ക് ഇതില് ഡിസൈറബിൾ ആയിട്ടുള്ള മാർക്ക് മോക്ക് ടെസ്റ്റിൽ കിട്ടി എന്നുള്ളതുകൊണ്ട് എനിക്കത് പറ്റും എന്നുള്ള ഒരു തോന്നലില് ഞാൻ അത് നെഗ്ലക്ട് ചെയ്യുകയും ചെയ്തു. ഇത് ഇപ്പോഴും ഒരുപാട് ആളുകൾ ചെയ്യുന്ന കാര്യം. അപ്പൊ CSAT ഇമ്പോർട്ടൻസിനെ പറ്റി ഏത് തരത്തിലാണ് അവർ ബോധവാന്മാരാകേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. കാരണം ഞാനിപ്പം കുറേ ഫ്രീ മെന്ററിങ് സെഷൻസ് ബിഗിനേഴ്സിന് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികളായാലും അതേപോലെ തന്നെ വർക്കിംഗ് പ്രൊഫഷണൽസ് ആയാലും ഒക്കെ അവർ തുടക്കക്കാരാണ്. ആ തുടക്കക്കാർക്ക് കുറേ ഡൗട്ടുകളുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ഞാനൊരു ഫ്രീ മെന്ററിങ് സെഷൻസ് ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഓരോ ദിവസവും ഒരു 7-8 കുട്ടികളെങ്കിലും ഞാൻ മീറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പം ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മെജോറിറ്റി കുട്ടികളുടെയും ഒരു ഒപ്പീനിയൻ ഇതാണ്. അവർ ചോദിക്കുന്നത് CSAT ഒരു ക്വാളിഫയിങ് പേപ്പർ അല്ലേ, അപ്പോൾ അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണോ എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. അതായത് പരീക്ഷ അടുക്കുന്ന സമയമാകുമ്പോഴേക്ക് ഞാൻ പഠിച്ചാൽ പോരെ, ഒരു 3 മാസം ബാക്കി നിൽക്കുക, അല്ലെങ്കിൽ ഒരു 2 മാസം ബാക്കി നിൽക്കുക, ഞാൻ പഠിച്ചാൽ പോരെ CSAT എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഞാൻ അവരോട് പറയുന്ന ഒരേ ഒരു ഉത്തരം എന്ന് പറയുന്നത്, CSAT എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്ന ഒരു
പേപ്പറാണ് കാണുമ്പോൾ. അതായത് നിങ്ങൾ ഉത്തരം എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കത് സിമ്പിളായിട്ട് തോന്നും. എസ്പെഷ്യലി നമ്മളെ ഈ റീസണിങ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളായാലും കോംപ്രിഹെൻഷൻ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളൊക്കെ ആയാലും നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും. എന്നാൽ ഇത് നിങ്ങൾക്ക് എടുക്കുന്നതെന്ന് പറയുന്നത് സമയമാണ്. നിങ്ങളുടെ സമയത്തെ എടുത്തു കളയുന്ന ചോദ്യങ്ങളാണ് ഇതല്ല. അതെന്ത്, നിങ്ങൾക്ക് ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ ചിന്തിച്ച് ഉത്തരം എഴുതേണ്ടുന്ന ഒരു പ്രോസസ്സാണ് CSAT എന്ന് പറയുന്നത്. ഇപ്പൊ സപ്പോസ് നിങ്ങൾ ഒരു 10 മിനിറ്റ് എടുത്ത് ഒരു ചോദ്യം എഴുതിയെന്ന് വെച്ചോളുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2 മണിക്കൂറിൽ എത്ര ചോദ്യം എഴുതാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് 12 ചോദ്യം എഴുതാൻ പറ്റുള്ളൂ. 12 ചോദ്യം എഴുതിയാൽ ഒരു കാരണവശാലും നമ്മൾ പാസ്സാവില്ല, അല്ലേ? മിനിമം ഒരു 40 അല്ലെങ്കിൽ 45 ചോദ്യങ്ങളെങ്കിലും വളരെ ആക്യുറേറ്റ് ആണെങ്കിൽ, ഈ ആക്യുറേറ്റ് ആണെന്ന് പറയുന്നിടത്ത് നമുക്ക് ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു 40 ചോദ്യം ഓൺ എ സേഫർ സൈഡ് പറഞ്ഞിട്ടുള്ളത്. മിനിമം ഒരു 40 ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഓക്കെ ഞാനിത് ക്ലിയർ ആകും എന്ന് നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫാസ്റ്റ് ആയിരിക്കണം. ഫാസ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. ഈ പ്രാക്ടീസ് എങ്ങനെ നടക്കേണ്ടതാണ്? ഓൺ എ ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് നടക്കണം. അതായത് എല്ലാ ദിവസവും നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യണമെന്നല്ല. എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു 1 or 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, വളരെ ഇനീഷ്യൽ ലെവലിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്. അതിന് തന്നെ ഈ പ്രാക്ടീസ് തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ എടുക്കേണ്ടത് മോക്ക് ടെസ്റ്റുകളിനേക്കാളും PYQs എടുത്ത് ചെയ്ത് നോക്കുക. അതായത് ഓൾറെഡി നമുക്ക് UPSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക. കാരണം അവിടെ നിന്ന് തുടങ്ങാം. എന്നിട്ട് എക്സാം അടുത്ത് വരുമ്പോഴേക്കും PYQs മോക്ക് ടെസ്റ്റുകൾ എത്ര വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ആദ്യം നിങ്ങൾ PYQs എടുത്തിട്ട് ഓരോ ചോദ്യങ്ങളും ഓരോ ദിവസം വെച്ച് ചെയ്ത് നോക്കുക. അപ്പൊ അറിയാലോ ഇത് എത്രത്തോളം നമ്മുടെ സമയം എടുക്കുന്നുണ്ടെന്നും നമ്മൾ എത്രത്തോളം എഫിഷ്യന്റ് ആണെന്നുള്ളത്. ജസ്റ്റ് നോക്കുമ്പോൾ ഉള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ല, ചെയ്യുമ്പോൾ എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സോ അതുകൊണ്ട് തന്നെ CSAT വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എത്ര വലിയ എക്സ്പേർട്ട് ആണ് ജനറൽ സ്റ്റഡീസിലെങ്കിലും നിങ്ങൾ CSAT പാസ്സായില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെയും പ്രിലിംസിൽ നിന്ന് തന്നെ പിന്നെയും തുടങ്ങണം. കാരണം പ്രിലിംസ് ക്ലിയർ ആകില്ല. സോ അതുകൊണ്ട് തന്നെ CSAT-ന് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. സാർ, പിന്നെ ഈ ബുക്സ് റെഫർ ചെയ്യുന്നതിനെ പറ്റി, ലൈക്ക് ഒരേ എന്താ ഡിഫറെന്റ് ആയിട്ടുള്ള ബുക്ക് സെയിം സബ്ജക്റ്റിന് ഇപ്പൊ നമ്മള് ഒരെണ്ണം വായിച്ച് തീർന്നു എന്നതിന്റെ ഒരു ബേസിസിൽ അടുത്തത് തുടങ്ങണോ, അല്ലെങ്കിൽ എനിക്കത് ഭയങ്കര എന്താ പറയുന്നത് ഒരു കൺഫ്യൂഷനും അല്ലെങ്കിൽ ടൈം കൺസ്യൂം ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഈ കുറെ അധികം ബുക്കുകൾ റെഫർ ചെയ്യുന്നു. അപ്പോൾ ഒരു സബ്ജക്റ്റിന് അതിൽ പറഞ്ഞേക്കുന്ന ഏതെങ്കിലും ഒരു ബുക്ക് മാത്രം റെഫർ ചെയ്താൽ പോരെ? കുറെ അധികം ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊരു കംപ്ലീറ്റ്ലി ഡിപ്പെൻസ് ആണ്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരവ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ് ആണ്. പക്ഷേ എൻ്റെ ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് റിസോഴ്സസിന്റെ പുറകെ നമ്മൾ പോകുമ്പോൾ നമ്മളുടെ പ്രിപ്പറേഷൻ ഇൻകംപ്ലീറ്റ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സിലബസ് ഉണ്ട്. സപ്പോസ് നിങ്ങൾ ഒരു സബ്ജക്റ്റ് എടുക്കുക, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുക്കുക. ഇപ്പം ഇന്ത്യൻ പോളിറ്റി പോലുള്ള സബ്ജക്റ്റ് എടുക്കുന്നു. ഈ ഇന്ത്യൻ പോളിറ്റി സബ്ജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. സിലബസിലുള്ള കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇത് പഠിക്കാനായിട്ട് നിങ്ങളൊരു 4 പുസ്തകം സ്വീകരിക്കുകയാണെന്ന് വെച്ചോളുക. അതായത് ഇന്ത്യൻ പോളിറ്റിയുടെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സുകൾ അവൈലബിൾ ആണ്. ഏറ്റവും വളരെ റിലയബിൾ ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പോളിറ്റി എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്നു. അതേപോലെ തന്നെ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്നു. ഇനി ഏതെങ്കിലും ഒരു സിവിൽ സർവീസ് അക്കാഡമി നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് നോക്കുന്നു. ഇനി ഏതെങ്കിലും ഒരു മാഗസിൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് നോക്കുന്നു. ഇനി ടോപ്പേഴ്സിന്റെ നോട്ട്സ് എടുത്ത് നോക്കുന്നു. ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇൻകംപ്ലീറ്റ് ആവും. കാരണം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത് ഒരു വട്ടമെങ്കിലും ആ സിലബസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അത് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഒരു മെറ്റീരിയൽ വെച്ച് നിങ്ങൾ ചെയ്യുക. ഇനി ചില ടോപ്പിക്കുകളിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു മെറ്റീരിയലിലുള്ള കോൺസെപ്റ്റുകൾ നമുക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പൊ ആ ഒരു ടോപ്പിക്കിന് വേണ്ടി മാത്രം വേറൊരു മെറ്റീരിയൽ റെഫർ ചെയ്യുക. ഓക്കെ, നോർമലി എന്ത് സംഭവിക്കും, നമ്മൾ ഒരു മെറ്റീരിയലിൽ നിന്ന് മറ്റൊരു മെറ്റീരിയലിലേക്ക് പോകുമ്പോൾ ഓക്കെ ഇത് കുറച്ചുകൂടി സിമ്പിൾ ആണല്ലോ, ഇനി ഇത് നോക്കാം എന്നുള്ളതാണ് നമ്മുടെ വ്യൂ പോയിന്റ്. ഇങ്ങനെ ചെയ്ത് നമ്മൾ ഇൻകംപ്ലീറ്റ് ആണ്, നമ്മൾ ഒന്നും തീർക്കാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആസ്പിറൻസ് ആയിട്ടുള്ള ആളുകൾ, ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരുപാട് പുസ്തകങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സിന് നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കും. ഒരുപാട് അഡ്വൈസസ് ടോപ്പേഴ്സിന് നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കും. പക്ഷേ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, വെദർ യു ആർ കംപ്ലീറ്റിംഗ് ദ സിലബസ് ഓർ നോട്ട്. ഒരു പ്രാവശ്യം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫോർ മോർ നോളജ് അതിനെ അപ്ഡേറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ വേറെ റിസോഴ്സസ് നോക്കിക്കോളൂ, നോ പ്രോബ്ലം ഇൻ ദാറ്റ്. പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് യു ഹാവ് ഫിനിഷ് ദി കോണ്ടന്റ് വിത്ത് 1 or 2 or 3 റിസോഴ്സസ്. പക്ഷേ ആ റിസോഴ്സ് യൂസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെയാണ്. ഏതെങ്കിലും ഒരു ടോപ്പിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ വേറൊരു റിസോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഫിനിഷ് ദി സിലബസ്. അതാണ് നോക്കേണ്ടത്. പക്ഷെ എൻ്റെ അഡ്വൈസ്, ഒരുപാട് മെറ്റീരിയൽസ് എടുത്ത് വെക്കാതിരിക്കുക.
നമ്മൾ തന്നെ ഒന്ന് ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് നോക്കിയാൽ മതി. നമ്മളുടെ മേശയിൽ, നമ്മൾ പഠിക്കുന്ന ടേബിളിൽ ഒരുപാട് ബുക്സ് ഇരിക്കുകയാണ്. നിങ്ങൾക്ക് എത്രമാത്രം ഫോക്കസ് ഉണ്ടാവും പഠിക്കാനായിട്ട്? അതായത് വളരെ സ്കാറ്റേഡ് ആയിട്ട് ബുക്സ് കിടക്കുന്ന ഒരു മേശയിൽ നമുക്ക് പഠിക്കാൻ എത്രത്തോളം ഫോക്കസ് ഉണ്ടാകും. അതേപോലെ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, ആ സബ്ജക്റ്റിന് 5 ബുക്ക് നമ്മൾ വെച്ചേക്കാണ്, നമ്മൾ തന്നെ ഡിസ്ട്രാക്റ്റഡ് ആവും. ഓക്കെ, ഇനി മറ്റേത് നോക്കിയാലോ, ആ ഒരു പുസ്തകം നോക്കിയാലോ, അല്ലെ ആ പേപ്പർ നോക്കിയാലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകുമ്പോൾ നമ്മുടെ ടൈം ഒരുപാട് പോകും. ഓൾറെഡി വിഷ്ണു അത് പറഞ്ഞു, ടൈം കൺസ്യൂമിങ് ആകും. ടൈം കൺസ്യൂം ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബോറിംഗ് ആയിട്ട് മാറും. കാരണം ഒരു ചെറിയ കോൺസെപ്റ്റിന് വേണ്ടി നമ്മൾ ഒരുപാട് സമയം ചെലവഴിക്കുമ്പോൾ നമുക്കൊരു പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത പോലെ തോന്നുകയും ഇതൊരു ബോറിംഗ് എക്സസൈസ് ആയിട്ട് മാറുകയും ചെയ്യും. ബോറിംഗ് എക്സസൈസ് ആയി കഴിഞ്ഞാൽ പിന്നീട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ബോറിംഗ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വിടും. കുറച്ച് നാളിങ്ങനെ വിട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും, ഇനി എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല, ഇനി ഇത് വിട്ടേക്കാം, ഈ ഒരു പ്രിപ്പറേഷൻ വിട്ടേക്കാം. ഇതായിരിക്കും നോർമലി സംഭവിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ആ ഒരു മോഡ് നോക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ ഡിപ്പെൻസ് ആണ്, ചിലർക്ക് വേറെ എതിർ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ദിസ് ഇസ് എ സേഫ് മോഡ് ഓഫ് പ്രിപ്പറേഷൻ. പിന്നെ സാർ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മള് വളർന്നു വരുന്ന അല്ലെങ്കിൽ +2 ആവുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെ കുട്ടികളോട് PSC കുറിച്ച് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം. അപ്പം അതിനപ്പുറത്തേക്ക് എന്താ പറയുന്നത്, ഒരു ടോപ്പ് ടു ബോട്ടം അപ്രോച്ച്, ലൈക്ക് നിങ്ങൾ UPSC അല്ലെങ്കിൽ UPSCയുടെ കൺവെൻസ് ഫൗണ്ടേഷൻ ആയിട്ട് കൊടുക്കുക. ഇപ്പൊ ബാക്കിയെല്ലാം അതിന് താഴെ വരുന്ന അല്ലെങ്കിൽ അതിൽ ഉൾക്കൊള്ളുന്ന ടോപ്പിക്സ് ആണ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് മാറുന്നതല്ലേ നല്ലത്? അതായത് പഠിച്ചു വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ആസ്പിറൻസ് ഉണ്ടായി വരാൻ വേണ്ടിയിട്ട് അതല്ലേ നല്ലത്? ഓക്കെ, എനിക്ക് ചോദ്യം മനസ്സിലായി. അപ്പം ഞാൻ കോളേജ് അധ്യാപകനായിട്ടിരുന്ന സമയത്ത് ഞാൻ എൻ്റെ എല്ലാ കുട്ടികൾക്കും, ഈവൻ ഞാൻ സ്കൂളിലും ടീച്ചേഴ്സിനും ഒക്കെ ട്രെയിനിങ് ഒക്കെ എടുക്കാൻ പോകുമ്പോഴും ഒക്കെ, സ്റ്റുഡൻസിന് ട്രെയിനിങ് എടുക്കാൻ പോകുമ്പോഴായാലും ടീച്ചേഴ്സിന് ട്രെയിനിങ് എടുക്കാൻ പോകുമ്പോഴായാലും ഒക്കെ ഞാൻ അഡ്വൈസ് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതിയോ ഇല്ലയോ എന്നുള്ളതല്ല. നിങ്ങൾക്കൊരു IAS എക്സാം എഴുതിയിട്ട് നിങ്ങളൊരു IAS കാരനാകണോ IPS കാരനോ ആകണോ എന്നുള്ളതിനേക്കാളും നിങ്ങൾ ഒരു വട്ടമെങ്കിലും സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എൻ്റെയർ നമ്മളുടെ ഒരു സ്വഭാവത്തിലും നമ്മളുടെ നോളജ് ലെവലിലും നമ്മളുടെ പേഴ്സണാലിറ്റിയിലും നമ്മളുടെ കോൺഫിഡൻസ് ലെവലിലും ഒക്കെ ഒരുപാട് മാറ്റം വരും എന്നുള്ളൊരു അഡ്വൈസ് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രിപ്പറേഷൻ്റെ ഒരു ഓവറോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം നോളജ് എപ്പോഴും നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് ചോദ്യം ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നതിന്റെ മെയിൻ കാര്യം നമുക്ക് അറിയാൻ മേലാത്തത് കൊണ്ടാണ്. ഫസ്റ്റ്. 2, നിങ്ങൾക്കറിയാമെങ്കിലും അതിനുത്തരം പറയാത്തത്, ഇനി കൗണ്ടർ ചോദ്യം ടീച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് വരാൻ പോകുന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം അറിയാൻ പറ്റില്ലല്ലോ, അതെനിക്ക് അറിയില്ലല്ലോ. ഇതൊക്കെയാണ് നമ്മളുടെ പ്രശ്നങ്ങൾ. എന്ന് വെച്ചാൽ നമുക്ക് ലാക്ക് ഓഫ് നോളജ് ആണ് എപ്പോഴും നമ്മളുടെ കോൺഫിഡൻസിനെ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ വളരെയധികം താഴേക്ക് കൊണ്ടുവരുന്നത്. അതിപ്പോ ഏത് പ്രൊഫഷൻ എടുത്താലും, അതിപ്പോ ഞാൻ ഈ പറയുന്ന പോലെ ഈ ജനറൽ നോളജ് മാത്രമല്ല, ഇപ്പോ അഭിനയത്തിന്റെ കാര്യത്തിലായാലും സ്പോർട്സിന്റെ കാര്യത്തിലായാലും എല്ലാത്തിലും നമുക്ക് അതിൻ്റെതായിട്ടുള്ള നോളജ് വേണം. അതിന്റെ സ്കിൽ, ചിലത് സ്കിൽ എന്ന് പറയാം, ചില ഭാഗങ്ങളിൽ നമുക്ക് തന്നെ നോളജ് എന്ന് പറയാം. സോ അങ്ങനെ നോക്കുമ്പോൾ സ്കൂൾ ലെവൽസിൽ നിന്ന് തന്നെ ഇൻഫർമേഷൻ എന്ന തലത്തിൽ ഈ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ ഞാൻ പറയുന്നു, NCERT ടെക്സ്റ്റ് ബുക്ക് ഇറ്റ് സെൽഫ് ഇസ് എ ട്രെയിനിങ്. നിങ്ങൾ ചെയ്യേണ്ടത് NCERT പഠിക്കുമ്പോൾ കൃത്യമായിട്ട് മാർക്കിന് വേണ്ടി പഠിക്കാതെ അത് മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി. 6 മുതൽ 12 വരെയുള്ള NCERT നിങ്ങൾ കവർ ചെയ്യുമ്പോൾ, അതായത് നിങ്ങൾ ആ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അത് നിങ്ങൾ മനസ്സോടെ പഠിച്ചാൽ മതി. അതായത് കൂടുതലായിട്ട് എനിക്ക് മാർക്കിന് വേണ്ടി പഠിക്കുമ്പോഴാണ് നമ്മുടെ വളരെ ഒബ്ജക്റ്റീവായി പോകും. നമ്മളുടെ എന്താ പറഞ്ഞേ, നമ്മളുടെ ഒരു എയിം എന്ന് പറയുന്നത് ആ ഒരു മാർക്കിന് വേണ്ടി മാത്രമാണ്. അപ്പം ആ എക്സാം കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളോട് ഈ കോൺസെപ്റ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. കാരണം നിങ്ങൾ പഠിച്ചത് പലപ്പോഴും ഇത് ബൈഹാർട്ട് ചെയ്തിട്ടായിരിക്കും അവിടെ റിപ്രൊഡ്യൂസ് വെച്ചിട്ടുള്ളത്. അതിന് പകരം ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതി. കാരണം ഞാൻ പറയുന്നു, സിവിൽ സർവീസ് എക്സാമിനേഷൻ പോലെ ഒരു എക്സാമിനേഷന്റെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചാലഞ്ചിങ് എക്സാമിനേഷൻ എന്ന് പറയുന്ന ഈ IAS എക്സാമിനേഷന്റെ ഫൗണ്ടേഷൻ NCERT ആണെങ്കിൽ അതിന്റെ വാല്യൂ എത്രയാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതിന് വേറെ ഒരു കരിക്കുലം അവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, വേറെ ഒരു ട്രെയിനിങ് മൊഡ്യൂൾസും അവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പഠിക്കുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം മതി. സ്റ്റാറ്റിക് ആയിട്ടുള്ള സബ്ജക്ട്സില്, ഫോർ എക്സാമ്പിൾ എക്കണോമി, ഞാൻ കണ്ടല്ലോ ഒത്തിരി കുട്ടികൾക്ക്, ഇപ്പൊ ഞാൻ അടക്കമുള്ള ഒത്തിരി കുട്ടികൾക്ക് പാടുള്ള ഒരു സബ്ജക്റ്റാണ് എക്കണോമി എന്ന് പറയുന്നത്.
അപ്പം ഒത്തിരി ആളുകൾ ഇത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ബാക്കി പോർഷൻസ് ഫുള്ള് കവർ ചെയ്ത് എക്സാം എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നത് ഇതേപോലത്തെ ഒരു കോമ്പറ്റീവ് എക്സാമിൽ ശരിയായിട്ടുള്ള ഒരു നടപടിയാണ്? അതാണോ ചെയ്യേണ്ടത്? ചോദ്യം ക്ലിയർ ആണ്. കാരണം ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് സ്കിപ്പ് ചെയ്തുകൊണ്ട് ബാക്കി ഞാൻ സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്താൽ മാത്രം മതിയോ ഒരു എക്സാമിനേഷൻ എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എല്ലാ സബ്ജക്റ്റിലും ഒരു ധാരണയുള്ള വ്യക്തിയായിരിക്കും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഇക്കണോമിക്സ് നെഗ്ലക്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, കാരണം എക്കണോമിക്സ് നിങ്ങൾക്ക് അറിയാൻ മേലാത്തൊരു സബ്ജക്റ്റാണ്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കണമെന്നല്ല, പക്ഷെ മനസ്സിലാക്കിയിരിക്കണം എന്താണ് എക്കണോമിക്സ് എന്നും അല്ല അതിൽ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റുകൾ എന്താണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ എക്സാമിനൊരു ലക്ഷറി ഉണ്ട്, അത് ഞാൻ പറയാം. അതായത് നമ്മൾ ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ പ്രിലിമിനറി എക്സാം എടുത്ത് നോക്കുക. പ്രിലിമിനറി എക്സാമിനേഷന് ആദ്യം GS 1 200 മാർക്കിലാണ്, GS 2 200 മാർക്കിലാണ്. ഈ GS 1 ഒരു ആ പേപ്പറിന്റെ മാർക്ക് അനുസരിച്ചാണ് നിങ്ങളുടെ എൻട്രി എവിടേക്ക് നിർണ്ണയിക്കുന്നത്, മെയിൻസിലേക്ക് നിർണ്ണയിക്കുന്നത്. GS 2 ഒരു ക്വാളിഫയിങ് പേപ്പറാണ്. നിങ്ങൾ ക്വാളിഫൈ ചെയ്തു എന്ന് വിചാരിക്കുക. GS 1 മിനിമം, അതായത് നമ്മൾ ഇപ്പോഴത്തെ കട്ട് ഓഫിന്റെ ഒരു ട്രെൻഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു 90 to 100 റേഞ്ചിലൊക്കെ കിട്ടുവാണ്. ചിലപ്പോൾ ഒരു 85 to 100 റേഞ്ചിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാം. എന്ന് പറഞ്ഞാൽ എന്താണ്? 200 മാർക്കിൽ 85 മുതൽ 100 മാർക്ക് വരെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാം. പക്ഷെ 50% മാർക്ക് പോലും നിങ്ങൾക്ക് വേണ്ടാന്നർത്ഥം. അപ്പോൾ അവിടെ ലക്ഷറി ഉണ്ട്, നമുക്ക് അവിടെ സ്കിപ്പ് ചെയ്യാനുള്ള ലക്ഷറി ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം, നമ്മൾ പഠിച്ചു എന്ന് കരുതുന്ന സബ്ജക്റ്റിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണമെന്നില്ല. നമ്മളവിടെ എഴുതാനിരിക്കുമ്പോൾ നമ്മൾക്ക് വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് അറിയാം എന്ന് വിചാരിക്കുന്ന സബ്ജക്റ്റിന്റെ അതിൽ നിന്ന് ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിക്കാതെ വിട്ടിട്ടുള്ള കുറച്ച് സബ്ജക്റ്റുകളും അതിൻ്റെ ടോപ്പിക്കും ഉണ്ടാവും. പിന്നെ പഠിച്ച ടോപ്പിക്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയാത്തതായിട്ടുണ്ടാവും. ഇനി അറിയാവുന്ന ടോപ്പിക്കിൽ പലപ്പോഴും നമുക്ക് മിസ്റ്റേക്സ് വരുത്താനും പറ്റും. എന്നുവെച്ചാൽ നമുക്ക് വളരെ കെയർലെസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കൊണ്ട് നമ്മൾ ചിലപ്പോൾ പല മിസ്റ്റേക്ക് വരുത്തും. പിന്നെ അതിനകത്തിരുന്ന ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും മിസ്റ്റേക്സ് വരുത്തും. അപ്പം ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വേണം നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ, ഞാൻ ഈ ഒരു സബ്ജക്റ്റ് സ്കിപ്പ് ചെയ്യുന്നു എന്നുള്ളത്. സോ ഇനിയും ആലോചിച്ച് നോക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു സിനാരിയോ കിടക്കുമ്പോൾ ഒരു സബ്ജക്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് ഈസ് ഇറ്റ് ഫീസിബിൾ? നിങ്ങൾക്കത് ഫീസിബിൾ ആണോ? അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ സബ്ജക്റ്റിനെ പറ്റിയും ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളത്, അതായത് സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ പറ്റി ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കൊരു സബ്ജക്റ്റ് പാടാണെങ്കിൽ, ഇനി ഞാൻ പറയുന്നത് നോട്ട് ചെയ്തുകൊള്ളുക, നിങ്ങൾക്കൊരു സബ്ജക്റ്റ് പാടാണെങ്കിൽ, ഇപ്പോൾ ഇക്കണോമിക്സ് പാടാണെന്ന് പറഞ്ഞു, അതിന് ഒരേ ഒരു റീസണേ ഉള്ളത് പാടാകുന്നതിന്, നിങ്ങൾക്ക് അതിൻ്റെ ഫൗണ്ടേഷൻ അറിയില്ല. വേറെ ഒരു റീസണും ഇതിനകത്തില്ല. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഫൗണ്ടേഷൻ കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് നമുക്കത് പാടായിട്ട് മാറുന്നത്. അപ്പം NCERT 100 എടുത്ത് വെച്ച് നോക്കുക. കാരണം NCERT എക്കണോമിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് 9ാം ക്ലാസ്സിലാണ്. അപ്പോൾ 9, 10, 11, 12 ക്ലാസ്സിൽ NCERT കൃത്യമായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾ അഡ്വാൻസിലേക്ക് പിന്നെ തിരിച്ചു പോവാം. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, റീസൺ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു കാര്യം പാടാണ്, നമുക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് പുറകിലുള്ള ഫൗണ്ടേഷൻ, അതിൻ്റെ തൊട്ട് മുമ്പിൽ നിങ്ങൾ എന്താണോ മനസ്സിലാക്കേണ്ടിയിരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ എക്കണോമിക്സിന്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്കൂൾ ലെവൽസിലുള്ള എക്കണോമിക്സ് ചിലപ്പോൾ അറിയില്ലായിരിക്കും. മാത്സ് എല്ലാവരും പാടാന്ന് പറയാറുണ്ട്. നിങ്ങളൊന്ന് അനലൈസ് നോക്കിയാൽ നിങ്ങളുടെ മാത്സിലുള്ള നോളജ് അത് പാടാകുന്നതല്ല, നിങ്ങൾക്ക് അതിന്റെ ഫൗണ്ടേഷൻ അറിയാത്തത് കൊണ്ടാണ്. നമുക്ക് പലപ്പോഴും എല്ലാവരും പറയുന്ന LCM, HCF പോലെയൊക്കെയുള്ള ഫൗണ്ടേഷണൽ കോൺസെപ്റ്റ്സ് ചിലപ്പോൾ നമുക്ക് അറിയില്ലായിരിക്കും. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അഡ്വാൻസ് കോൺസെപ്റ്റ്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഇത്രേ ഉള്ളൂ, റീസൺ ഇത്രേ ഉള്ളൂ. അപ്പം എൻ്റെ ഒരു അഡ്വൈസ് ഇതാണ്, സെറ്റ് യുവർ ഫൗണ്ടേഷൻ ക്ലിയർ. നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾക്ക് പാട്, ഏത് ടോപ്പിക്കാണോ നിങ്ങൾക്ക് പാട്, അതിന്റെ ഫൗണ്ടേഷൻ കണ്ടെത്തി അത് പഠിച്ച് തിരിച്ചു വന്ന് അഡ്വാൻസ് കോൺസെപ്റ്റ് പഠിച്ചെടുക്കുക. then you will be able to study it in a faster manner. ഓക്കെ സർ, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രിലിംസും മെയിൻസും ഒരു സൈമിൾട്ടേനിയസ് പ്രോസസ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ ചെയ്യാത്ത നിരവധി ബിഗിനേഴ്സ് ആയിട്ടുള്ള ആസ്പിറൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അവരോട് എന്താണ് പറയാനുള്ളത് ഇതിനെ പറ്റി? നിങ്ങൾ പല അക്കാഡമീസിന്റെ പരസ്യം തന്നെ ശ്രദ്ധിച്ചാൽ മതി. ഈവൻ നമ്മുടെ IPM IAS അക്കാഡമിയുടെ പരസ്യത്തിൽ പോലും നമ്മൾ PCM ബാച്ച് എന്നാണ് എഴുതുന്നത്. PCM എന്ന് പറയുമ്പോൾ പ്രിലിംസ് കം മെയിൻസ് ബാച്ച് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്നത് മെയിൻസിനും പ്രിലിംസിനും വേണ്ടിയിട്ടാണ്.
എസ്പെഷ്യലി നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് മെയിൻസിനെയൊക്കെയായിരിക്കും അഡ്രസ്സ് ചെയ്ത് പോകുന്നത്. ഈ മെയിൻസിൽ നിന്ന് നമ്മൾ കോൺസെപ്റ്റുകളെ കുറച്ചും കൂടെ എന്താ പറയുക ഒബ്ജക്റ്റീവായിട്ട് കാണുമ്പോഴാണ് നമുക്ക് എവിടേക്ക് എത്താൻ പറ്റുന്നത്, പ്രിലിംസിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നത്. നിങ്ങൾക്കൊരു ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ പ്രിലിംസിന് ഉത്തരം എഴുതാൻ പറ്റില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പി എസ് സിയുടെ പണ്ടത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ചോദ്യം ചിലപ്പോൾ ചോദിക്കും. ഓക്കെ, ഇപ്പം എന്താ പറയുക, സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ കാര്യമാകാം, അല്ലെ ബാറ്റിൽ ഓഫ് പ്ലാസി നടന്ന ഏത് വർഷമാണെന്നുള്ള കാര്യം ചോദിക്കാം, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമൻസ് ചെയ്ത വർഷം ഏതാണെന്ന് ചോദിക്കാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സിമ്പിൾ, വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ബേസിക് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. വരത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഒന്നോ രണ്ടോ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ കാണും, പക്ഷെ അത് മാത്രം എക്സ്പെക്ട് ചെയ്തുകൊണ്ട് പോകരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കാണാപ്പാടം പഠിച്ചു പോകുന്ന ഒരു എക്സാമിനേഷൻ അല്ല. നിങ്ങൾ അതിന്റെ ഒരു ഇപ്പം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. എങ്ങനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടായി, ഏത് സാഹചര്യത്തിലാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടായത്, അതിന്റെ കോമ്പോസിഷൻ എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് അവർ തീരുമാനങ്ങൾ എടുത്തത്, അവർ ഡ്രാഫ്റ്റ് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരുന്നു, അത് എങ്ങനെയാണ് നിലവിൽ വന്നത്. ഇങ്ങനെയുള്ള എല്ലാ ധാരണയും ഉള്ളപ്പോഴാണ് നമുക്ക് ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ധാരണ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ ആണ്. മെയിൻസിലാണ് നമ്മൾ വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള പഠനം നടത്തുന്നത്, വളരെ എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള പഠനം നടത്തുന്നത്. എന്നാൽ പ്രിലിംസിലേക്ക് വരുമ്പോൾ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള പഠനമാണ് അവിടെ നടക്കേണ്ടത്. പക്ഷേ സിവിൽ സർവീസ് എക്സാമിനേഷന്റെ പ്രിലിംസ് എന്ന് പറയുന്നത് ദാറ്റ് ഓൾസോ ഇറ്റ് ഈസ് എക്സ്പ്ലനേറ്ററി. അത് എക്സ്പ്ലനേറ്ററി ആണ്. നമ്മൾ ചിലപ്പോൾ ഉത്തരം ചിലപ്പോൾ ബബിൾ ചെയ്യുന്നുണ്ടായിരിക്കുന്നുള്ളൂ, പക്ഷെ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് അവിടെ എക്സ്പ്ലനേറ്ററി ആയിരിക്കണം. അത് കുറച്ചും കൂടെ സബ്ജക്റ്റീവ് ആയിരിക്കണം. സോ അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ, ദർ ഇസ് നോ പ്രിപ്പറേഷൻ ഫോർ പ്രിലിംസ്, ദർ ഇസ് നോ സെപ്പറേറ്റ് പ്രിപ്പറേഷൻ ഫോർ മെയിൻസ്. ഇല്ല. റൈറ്റിംഗ് ഓഫ് കോഴ്സ് റൈറ്റിംഗ് എന്ന് പറയുന്നത് പ്രാക്ടീസിലേക്ക് വരുമ്പോൾ ഉണ്ട്, പക്ഷെ പഠനം അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുമ്പോഴേക്കും സെപ്പറേറ്റ് പ്രിപ്പറേഷൻ ഒന്നുമല്ല, രണ്ടും സെയിം തന്നെയാണ്. പക്ഷെ റൈറ്റിംഗ് പ്രാക്ടീസിലേക്ക് വരുമ്പോൾ ഇറ്റ് സെപ്പറേറ്റ്. ഓക്കെ, മെയിൻസിന് വേണ്ടി നമ്മൾ എഴുതുന്ന രീതികൾ ചിലപ്പോൾ നമ്മൾ കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് അതിനുവേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള ടൈം കണ്ടെത്തി നമ്മൾ എഴുതി പഠിക്കാറുണ്ട്. ദാറ്റ് ഈസ് ഡിഫറെന്റ്. പക്ഷെ ഇതങ്ങനെയല്ല. നോളജ് ഗെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗെയിൻ ചെയ്യേണ്ടത് അത് പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരൊറ്റ ഒരു വിശ്വാസത്തിന് പുറത്തായിരിക്കും. സാർ, ഈ പ്രോപ്പർ അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ന്യൂസ് പേപ്പർ റീഡിങ്ങിനെ പറ്റി ഒന്ന് പറഞ്ഞിട്ടാണ്. കാരണം കുറെ ആളുകൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായി. കാരണം ബേസിക് സ്റ്റെപ്പ് അതാണ്. സോ ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. കാരണം നോർമലി നമ്മളുടെ ഈ വിദ്യാഭ്യാസ സമയത്ത്, നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മെജോറിറ്റി കുട്ടികളിലും അങ്ങനെ ഒരു ശീലം ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതായത് ന്യൂസ് പേപ്പർ റീഡിംഗ് എന്നൊരു ശീലം മെജോറിറ്റി കുട്ടികളിലും ഇല്ല. നമ്മൾ വീട്ടിലെല്ലാം ന്യൂസ് പേപ്പർ വരുന്നുണ്ടാവും, പക്ഷെ നമ്മളത് നോക്കാറില്ല. നമ്മൾ നേരെ സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു. പക്ഷേ സിവിൽ സർവീസ് എക്സാമിനേഷനിലേക്ക് വരുമ്പോഴേക്കും സഡൻലി ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് കയറി വരികയാണ്. അതായത് നിങ്ങൾക്കിത് വായിച്ചേ പറ്റുള്ളൂ, നിങ്ങളിത് എന്തൊക്കെ ചെയ്താലും ന്യൂസ് പേപ്പർ വായിക്കാതെ ഇത് ക്ലിയർ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളൊരു ഡിമാൻഡിലേക്ക് വരികയും നമ്മൾ പ്രഷറൈസ്ഡ് ആവും. അതായത് വായിക്കാനായിട്ട് പ്രഷറൈസ്ഡ് ആയിട്ട് ഒരു ദിവസം നമ്മളങ്ങ് ഇരിക്കുകയാണ് ഫുള്ളായിട്ട് ന്യൂസ് പേപ്പർ വായിക്കാനായിട്ട്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. കാരണം ഇതുവരെ ഇല്ലാത്തൊരു ഹാബിറ്റ് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇൻ വൺ ഡേ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് സമയം കൊടുക്കണം. നമ്മൾ ഫെമിലിയറൈസ്ഡ് ആവണം, ആ ഒരു ന്യൂസ് പേപ്പറുമായിട്ട് ഫെമിലിയറൈസ്ഡ് ആവണം. അതിന് കുറച്ച് സമയം വേണം. ഓക്കെ, അപ്പൊ നമ്മൾ ഫെമിലിയറൈസ്ഡ് ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണം നമ്മൾ ന്യൂസ് പേപ്പറിനെ കൺസിഡർ ചെയ്യാനായിട്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ന്യൂസ് പേപ്പർ എടുക്കുന്നു. നമ്മൾ ന്യൂസ് പേപ്പറിന്റെ ഇനീഷ്യൽ പേജസിലൂടെ ഒന്ന് കടന്നു പോകുന്നു. പേജസ് ഇൻ ദ സെൻസ് നിങ്ങൾ ഹെഡ്ലൈൻസിലൂടെ മാത്രം ഒന്ന് കടന്നു പോയാൽ മതി. സെക്കൻഡ് ഡേയിലേക്ക് വരുമ്പോൾ ഹെഡ്ലൈൻസ് മുഴുവൻ വായിച്ചതിന് ശേഷം ഒരു 1-2 ന്യൂസ് വായിക്കുക. തേർഡ് ഡേയിലേക്ക് വരുമ്പോൾ 2-3 ന്യൂസിലേക്ക് വരിക. അങ്ങനെ ഗ്രാജുവൽ ആയിട്ട് ഇൻക്രീസ് ചെയ്ത് വരണം. ഇപ്പം ചിലപ്പോൾ വിചാരിക്കും ആദ്യത്തെ ദിവസം നിങ്ങൾ വേണമെങ്കിൽ ന്യൂസ് പേപ്പർ കയ്യിലെടുത്താൽ മാത്രം മതി, കാരണം ഇതുവരെ ഇല്ലാത്തൊരു ശീലമാണല്ലോ. അപ്പം ആ ഒരു ശീലം ഉണ്ടാക്കാനായിട്ട് ന്യൂസ് പേപ്പർ കയ്യിലെടുത്താലും ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ഫെമിലിയറൈസിംഗ് വിത്ത് ദ ന്യൂസ് പേപ്പർ. അപ്പം ഈ ഒരു പ്രോസസ് കണ്ടിന്യൂ ചെയ്തിട്ട് വേണം നമ്മൾ ന്യൂസ് പേപ്പർ ഒക്കെ ഇതിൻ്റെ ഒരു ശീലമാണ് എന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മൾ അതൊരു ശീലമാക്കുന്നു. ഇനിയും എന്ത് വായിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഇവിടെയാണ് ഈ എക്സാമിനേഷന് വളരെ ക്രൂഷ്യലായിട്ട് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് സിലബസിന്റെ അണ്ടർസ്റ്റാൻഡിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സിലബസ് ഏറ്റവും നന്നായിട്ട് അത് എഴുതി നിങ്ങളുടെ കൈപ്പടയിൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ തന്നെ എഴുതി അത് നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് ഇത് പേസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ബെസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു. അതിന്റെ ഗുണം ഈ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ഓരോ ന്യൂസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റിലേറ്റ് ചെയ്യാം വെദർ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ഓർ നോട്ട്. കാരണം നമുക്ക് നമ്മുടെ സ്റ്റാറ്റിക് നോക്കിയാൽ, സിലബസിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണോ അല്ലയോ എന്നുള്ളത്. കോൺട്രവേഴ്സി പോലുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും UPSC ചോദിക്കാനായിട്ട് പോകുന്നില്ല. ഓക്കെ, വളരെ ഡിപ്രസിംഗ് ആയിട്ടുള്ള ന്യൂസുകളും ഈ പറഞ്ഞതുപോലെ UPSC ചോദിക്കാൻ പോകുന്നില്ല. പക്ഷേ
ഇപ്പോൾ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ നടന്നിട്ടുണ്ട്. ആ നാച്ചുറൽ ഡിസാസ്റ്ററിന്റെ അതിൽ ആളുകൾ എത്ര മരിച്ചു എന്നുള്ളതൊന്നും ആയിരിക്കത്തില്ല യു പി എസ് സിയുടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. യു പി എസ് സി മിക്കവാറും ചോദിക്കാൻ പോകുന്നത് ആ ഡിസാസ്റ്റർ എങ്ങനെയാണ് ഉണ്ടായത്. ഓക്കെ, ആ ഡിസാസ്റ്റർ വരാനുള്ള കാരണങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. ആ ഡിസാസ്റ്റർ ഇനി വരാതിരിക്കാൻ എങ്ങനെ നമുക്ക് പ്രയത്നിക്കാമെന്ന് ചോദിച്ചേക്കാം. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതലായിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു പാറ്റേണിലേക്ക് കയറി കഴിയുമ്പോൾ, പ്രിപ്പറേഷന്റെ സ്ട്രാറ്റജി പാറ്റേണിലേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും വാട്ട് ഈസ് റെലവെന്റ് ആൻഡ് വാട്ട് ഈസ് നോട്ട് റെലവെന്റ്. പക്ഷെ അതിന് ഈ സിലബസ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി വേറൊരു കാര്യം, നമ്മളൊരു ദി ഹിന്ദു ന്യൂസ് പേപ്പറാണ് എല്ലാവരും അഡ്വൈസ് ചെയ്യുന്ന ഒരു ന്യൂസ് പേപ്പർ. അതുപോലെ തന്നെ അത് വായിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് അതിൽ 100+ ആർട്ടിക്കിൾസ് ആർ ന്യൂസ് അവൈലബിൾ ആണ് ഓൾറെഡി. പക്ഷെ അത്രയും നമുക്ക് ആവശ്യമാണോ എന്നുള്ളതൊരു ചോദ്യമാണ്. അല്ല, നമുക്കൊരു 10 മുതൽ 20 വരെയുള്ള ന്യൂസ് മാത്രമേ ആവശ്യമായിട്ട് വരത്തുള്ളൂ. ഇപ്പോൾ നമ്പേഴ്സാണ് ഞാൻ പറഞ്ഞത്, 10 മുതൽ 20 ന്യൂസ് വരെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ചില ദിവസങ്ങളിൽ 10 മതിയായിരിക്കും, ചില ദിവസങ്ങളിൽ 15 ആയിരിക്കും, ചില ദിവസം 12 ആയിരിക്കും. സോ ബേസ്ഡ് ഓൺ ദി ഡീറ്റെയിലിംഗ് ഓഫ് ദാറ്റ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്രത്തോളം സിലബസുമായിട്ട് കണക്റ്റഡ് ആണ് അത് നോക്കി വേണം നമ്മൾ ന്യൂസ് ചൂസ് ചെയ്യാനായിട്ട്. പക്ഷേ ഒരു കാരണവശാലും ന്യൂസ് പേപ്പർ റീഡിങ് സ്കിപ്പ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളത്, നിങ്ങൾക്കപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് മാഗസിൻ വായിച്ചാൽ പോരെ, നമ്മൾ ന്യൂസ് പേപ്പർ കൃത്യമായിട്ട് വായിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലും, ഇത് കേൾക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ചിലപ്പം ഒരു വിഷ്ണുവിന്റെ മനസ്സിലും ചിലപ്പോൾ ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് കറണ്ട് അഫയർ മാഗസിൻ നമുക്ക് അത്രത്തോളം ഫീസിബിൾ അല്ലാത്തത്, നമ്മൾ അത്രത്തോളം പ്രൊമോട്ട് ചെയ്യാത്തതിന് നമുക്ക് വായിക്കാം അത്. പക്ഷേ കറണ്ട് അഫയർ മാഗസിൻ മാത്രമായി പോകരുത് നിങ്ങളുടെ ഒരു കറണ്ട് അഫയറിന്റെ ഒരു റിസോഴ്സ് എന്ന് പറയുന്നത്. എപ്പോഴും നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കണം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്കിപ്പം അമേരിക്കൻ ഇലക്ഷൻസ് ഇപ്പോൾ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് നമുക്ക് ഈ ഇലക്ഷനെ പറ്റിയിട്ടുള്ള ന്യൂസുകൾ മിക്കവാറും എല്ലാ ദിവസവും വരുന്നുണ്ട്. ഈ എല്ലാ ദിവസവും ഈ ന്യൂസ് വരുമ്പോഴും അവർ ഒരു ന്യൂസ് മാത്രമല്ല എല്ലാ ദിവസവും ഇട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഓരോ ന്യൂസിനും അപ്ഡേഷൻസ് വെച്ചാണ് ഇടുന്നത്. അപ്പം നമ്മൾ ഏകദേശം ഒരു മാസം ആ ന്യൂസ് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തെപ്പറ്റി, ആ ഒരു US ഇലക്ഷനെ പറ്റി ഒരു കൃത്യമായ ധാരണ നമുക്ക് മനസ്സിലുണ്ടാവും. അത് എപ്പോൾ നമ്മളോട് ചോദിച്ചാലും നമുക്കത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. നമുക്ക് റിമെമ്പർ ചെയ്യാം, റീപ്രൊഡ്യൂസും ചെയ്യാം. ഓക്കെ, എന്നാൽ നമ്മൾ ഇതൊന്നും വായിക്കാതെ നിങ്ങൾ കറണ്ട് അഫയർ മാഗസിൻ, മന്ത് എൻഡിൽ വന്നിട്ടുള്ള കറണ്ട് അഫയർ മാഗസിൻ എടുത്തു വെച്ചിട്ട് അതിനകത്തൊരു 3 പേജ് ആർട്ടിക്കിളായിട്ട് വന്നിട്ടുള്ള US ഇലക്ഷനെ പറ്റിയുള്ള കാര്യമാണ് നിങ്ങൾ വായിക്കുന്നതെന്ന് വെച്ചുകൊള്ളുക. നിങ്ങൾക്ക് എത്രത്തോളം അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? നോക്കുമ്പോൾ 3 പേജേ ഉള്ളൂ, എളുപ്പമല്ലെന്ന് തോന്നും. അല്ല, അത് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് റിമെമ്പർ ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ അവിടെ ബൈ ഹാർട്ട് ചെയ്താൽ മാത്രമേ നമുക്കത് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കുറച്ച് നോളജ് ആഡ് ചെയ്ത് ഇൻക്രിമെന്റലി നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്ത് അതൊരു വലിയ ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ സ്റ്റോർഡ് ആണ്. ഒരു സിനിമ പോലെ നിങ്ങളുടെ മനസ്സിൽ അത് സ്റ്റോർഡ് ആയിരിക്കും. എന്നാൽ ഇത് അങ്ങനെയല്ല. നിങ്ങൾ വേണമെങ്കിൽ അത് ബൈ ഹാർട്ട് ചെയ്തെടുക്കണം, എങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് ഓർത്തു വെക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കറണ്ട് അഫയർ മാഗസിൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷെ അത് റിവിഷന് വേണ്ടിയിട്ടായിരിക്കണം കറണ്ട് അഫയർ മാഗസിൻ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ അടുത്ത എനിക്ക് എന്റെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. കാരണം ഇപ്പം ഞാനാണെങ്കിലും ഈ ന്യൂസ് പേപ്പർ വായിച്ചതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് പിക്ക് ചെയ്യുക കറണ്ട് അഫയർ ആയിരിക്കും കൂടുതലായിട്ട്. വളരെ വിരളമായിട്ടായിരിക്കും എന്തെങ്കിലും പാസ്റ്റിൽ നടന്ന സംഭവങ്ങളെ കുറിച്ചുള്ള ഒരു വാർത്തകൾ വരുന്നത്. അപ്പൊ ഈ കറണ്ട് അഫയർ നമ്മൾ നോർമലി നോട്ട് ചെയ്യും അല്ലെങ്കിൽ നോട്ടാക്കും. അപ്പൊ ഈ നോട്ടാക്കുമ്പം അത് ഏതൊക്കെ ആസ്പെക്റ്റിൽ നമ്മൾ അതിനെ വിശകലനം ചെയ്യണം അല്ലെങ്കിൽ നോട്ടാക്കി മാറ്റണം? ഓക്കെ, ഇപ്പം ഒരു ഉദാഹരണത്തിന് നമ്മൾ ഒരു കറണ്ട് അഫയർ ഇൻഫർമേഷൻ വരികയാണെന്ന് വെച്ചോളൂ. അപ്പം പാലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് നമ്മൾ വായിക്കുന്നത് വെച്ചോളുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് വായിക്കുമ്പോൾ അതിൽ തന്നെ ഒരു ഇൻഫർമേഷൻ നമുക്ക് തരും. ഇപ്പൊ ഇന്ന ദിവസം ഇന്ന സ്ഥലങ്ങളിൽ അറ്റാക്ക് നടക്കുകയും ഇത്ര ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ വരും. ദാറ്റ് ഈസ് നോട്ട് റെലവെന്റ് ഫോർ us. അത് നമുക്ക് അത്ര റെലവെന്റ് അല്ല. പക്ഷെ അവർ അന്ന് പറയുന്ന ഏതൊക്കെ ഏരിയാസിലാണ് ഈ ഒരു അറ്റാക്ക് നടന്നിട്ടുള്ളത്, ഓക്കെ, ഏതൊക്കെ ഏരിയാസ് ആണ് ആ ഒരു പത്രത്തിൽ മെൻഷൻ ചെയ്യുന്നത്, അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് നിങ്ങൾക്ക് അറ്റ്ലസ് എടുത്തു വെച്ചിട്ട് എവിടെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഏരിയാസ് വരുന്നത് നോക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഏരിയാസ്, ഓക്കെ, ആ ലൊക്കേഷൻ ഇറ്റ്സ് ബിക്കമിങ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഹിസ്റ്ററിയാണ്. എങ്ങനെയാണ് ഈ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് വന്നിട്ടുള്ളത്, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ട്രെൻഡ് പോകുന്നത്, ഇനി ഇന്ത്യ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്, ഇന്ത്യയുടെ റെസ്പോൺസ് എങ്ങനെയാണ് ഇതിനോട് വരുന്നത്, നമ്മൾ ഇതിന് പ്രോ ആയിട്ട് നിൽക്കുകയാണോ, അല്ലെങ്കിൽ നമ്മളുടെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എങ്ങനെയാണ് ഈ 2 രാജ്യങ്ങളോട് വരുന്നത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. യുണൈറ്റഡ് നേഷൻസ് ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, US എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്, റഷ്യ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള രാജ്യങ്ങളും ഓർഗനൈസേഷൻസുമാണ്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഈ ഒരു യുദ്ധത്തെ നോക്കിക്കാണുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾ വേരിയസ് തലത്തിൽ നിന്നായിരിക്കണം നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടത്. എസ്പെഷ്യലി ഇന്ത്യയുടെ വ്യൂ പോയിന്റ് നോക്കുകയാണെന്നുള്ളത് ഒരു സിവിൽ സർവീസ് ആസ്പിറന്റ് എന്നുള്ള നിലയ്ക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്തൊക്കെ ഇനിഷ്യേറ്റീവ്സ് ആണ് എടുത്തിട്ടുള്ളത്, നമ്മളുടെ ഇവരോടുള്ള റിലേഷൻസ് എങ്ങനെയാണ്, ഏറ്റവും അടുത്തിടയ്ക്ക് നടന്നിട്ടുള്ള സമ്മിറ്റ് ഏതൊക്കെയാണ്, സോ ഇങ്ങനെയുള്ള ആസ്പെക്ട്സ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. പക്ഷെ അത് അന്നത്തെ ന്യൂസിലില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു എക്സ്ട്രാ റിസർച്ച് നടത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ആഡ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മുടെ നോട്ട്സിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യാം. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലസ്തീൻ ഇസ്രായേൽ ക്രൈസിസിനെ പറ്റി നിങ്ങൾ എന്തായാലും ഇന്റർനാഷണൽ റിലേഷനിൽ പഠിക്കും. സോ ഇവിടെയും നിങ്ങൾ ആ ഒരു ചെറിയ റിസർച്ച് നടത്തുമ്പോൾ അതൊരു റിവിഷൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ഈ സ്റ്റാറ്റിക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് റിവിഷൻ ആണ്. കറണ്ട് അഫെയറിലെ അല്ലെങ്കിൽ ഒരു ന്യൂസിൽ നിന്ന് നമ്മൾ സ്റ്റാറ്റിക്കിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ വി ആർ ആക്ച്വലി ഡൂയിങ് എ റിവിഷൻ. നമ്മൾ ഓൾറെഡി സ്റ്റാറ്റിക് പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ആ റിവിഷൻ നമ്മൾ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് ഓൾസോ എ സ്റ്റഡി. അതിനൊരു സെപ്പറേറ്റ് ഉള്ള ഒരു വേസ്റ്റ് ഓഫ് ടൈം എന്നോ അല്ലെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻ സെർച്ച് ചെയ്ത് പോയതായിട്ട് ഒന്നും തോന്നേണ്ട ആവശ്യമില്ല. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ സ്റ്റഡി, അല്ലെ, റിവിഷൻ ആണ്. നമ്മളൊരു ദിവസം പ്രിലിംസിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുകയാണ് PYQ. അപ്പൊ അതില് നോർമലി കുറച്ച് കറണ്ട് അഫെയർ ഉണ്ടാകും. അപ്പം ഈ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടൈപ്പ് ഓഫ് എസ്സേസ് നമ്മൾ മെയിൻസിന്റെ PYQ നിന്ന് എടുക്കുകയും അത് ചെയ്ത് നോക്കുകയും ചെയ്യുന്നത് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ആണോ? PYQs ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എഫക്റ്റീവ്. വിഷ്ണു ഇപ്പോൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ കറണ്ട് അഫെയർ എന്ന് പറയുന്നൊരു വാക്കാണ്. ഈ കറണ്ട് അഫെയർ എന്നുള്ള വാക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു എ പർട്ടിക്കുലർ സ്പേസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡുമായിട്ട് റിലേറ്റഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് അതിന് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നുള്ളത് ദാറ്റ്സ് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. മനസ്സിലായില്ല? PYQ ആണെങ്കിൽ അതേസമയം നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് മോക്ക് ടെസ്റ്റ് ആണെന്ന് വിചാരിച്ചു കൊടുക്കുക. ഏതെങ്കിലും ഒരു അക്കാഡമിയുടെ ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുന്നു, ഇപ്പോൾ IPMIS അക്കാഡമിയുടെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ എടുക്കുകയാണ്. അവിടെ ഒരു കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തിലേക്ക് പോകാം, അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു മെയിൻസ് ക്വസ്റ്റ്യനിലേക്ക് പോകാവുന്നതാണ്. പക്ഷെ അല്ലാതെ കറണ്ട് അഫെയറിന്റെ ഒരു റെലവൻസ് എത്രത്തോളം വരുന്നു എന്നുള്ളത് നമ്മളത് ചിന്തിക്കേണ്ടതാണ്. കാരണം അത് കറണ്ട് അഫെയർ അത് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആയിരിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ടോപ്പിക്സ് നോക്കുക. അതായത് ഒരു കറണ്ട് അഫെയർ ഏതെങ്കിലും ഒരു ടോപ്പിക് സ്റ്റാറ്റിക് ടോപ്പിക്കുമായിട്ട് കണക്ട് ആയിരിക്കുമല്ലോ. ആ സ്റ്റാറ്റിക് ടോപ്പിക്ക് പല വർഷങ്ങളിൽ റിപ്പീറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പൊ പാർലമെന്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമുക്കിപ്പോൾ ഒരു കഴിഞ്ഞൊരു 10 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു ചോദ്യമാണ് പാർലമെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ വർഷം കറണ്ട് അഫെയറിൽ പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർലമെന്റ് അല്ലെങ്കിൽ ആ കറണ്ട് അഫെയർ നെഗ്ലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അത് പഠിച്ചേ പറ്റുള്ളൂ. കാരണം നമ്മളുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റിലുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രൂവ് ചെയ്യുന്ന എന്താണ്, പാർലമെന്റ് ഇമ്പോർട്ടന്റ് ആണ്. പല വർഷങ്ങളിൽ അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കപ്പെട്ടിട്ടുണ്ട്, പ്രിലിംസിലും മെയിൻസിലും ചോദിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ അങ്ങനെ വേണം നമ്മൾ ഈ അനാലിസിസും നടത്താനായിട്ട്. ഇപ്പം ഐ തിങ്ക് അനാലിസിസ് നടത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മളുടെ PYQന്റെ അനാലിസിസ് നടത്തുക എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സാർ ഇപ്പം നമ്മളെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എല്ലാ കാര്യത്തെ പറ്റി ഡിസ്കസ് ചെയ്തു. അപ്പം ഇത് ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കോഴ്സ് പഠിക്കാൻ എന്താ പറയുന്നത് ഒരു നമ്മുടെ പൊതുബോധത്തില് വെറുതെ അല്ലെങ്കിൽ ഒരു ആട് പോലും കാണാത്തൊരു വളരെ സാധാരണക്കാരൻ ചിന്തിക്കുകയാണ് ഇപ്പൊ എന്റെ മകനെ ഒരു സിവിൽ സർവീസ് കോച്ചിങ്ങിന് വിടണം അല്ലെ മകളെ വിടണം. അപ്പൊ അദ്ദേഹം ആദ്യം ആലോചിക്കുന്നത് ഇപ്പൊ നമ്മൾ കേരളത്തിലാണെങ്കിൽ 1 ലക്ഷം രൂപയാവും, 2 ലക്ഷം രൂപയാവും. അതൊരു ട്രെൻഡായിട്ട് മാറിക്കഴിഞ്ഞു. പക്ഷേ ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ എങ്ങനെയാണ് സാർ കുട്ടികളിലേക്ക് എത്തിക്കുന്നതെന്ന് അറിയാം. അപ്പൊ ഇതൊരു വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു ഇപ്പൊ ചോദിച്ച ചോദ്യമാണ് എൻ്റെ ഏറ്റവും വലിയ ചലഞ്ചായിട്ട് വരുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ ഇനീഷ്യൽ വർക്കിലേക്കും ഇതിന്റെ കോണ്ടന്റ് ഡെവലപ്മെന്റിലേക്കും ഒക്കെ പോയപ്പോൾ എപ്പോഴും ഉള്ള ഒരേ ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇത് അഫോർഡബിൾ ആയിട്ട് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അഫോർഡബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് വാങ്ങാൻ പറ്റുന്ന പ്രൈസിങ്ങിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ഇപ്പോൾ ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും വളരെ കോസ്റ്റ്ലി ആയിട്ട് നിൽക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനെ അഫോർഡബിൾ ആക്കാൻ പറ്റുന്നത്? അപ്പം അവിടെ നിങ്ങൾ അതിനെ അഫോർഡബിൾ ആക്കുന്നുണ്ടെങ്കിൽ ദെൻ യു ആർ ആക്ച്വലി റെഡ്യൂസിങ് ഇറ്റ്സ് ക്വാളിറ്റി. അതിനകത്ത് ക്വാളിറ്റി കാണില്ല, അല്ലെങ്കിൽ അതിനകത്ത് കണ്ടന്റ് കാണില്ല, അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ അതിനകത്ത് പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻ കവർ ചെയ്തിട്ടുണ്ടാവില്ല. ഒബ്വിയസ്ലി നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്.
ഓക്കെ, അതിന് ക്വാളിറ്റി ഇല്ല, അതിനകത്ത് കണ്ടന്റ് കാണില്ല, കാരണം അത് അഫോർഡബിൾ ആണ്. അഫോർഡബിൾ ആകുമ്പോൾ ഈ സാധനങ്ങൾ എല്ലാം മിസ്സിംഗ് ആകും, അവിടെ കോംപ്രമൈസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഈ കോംപ്രമൈസ് ഒന്നുമില്ലാതെ അഫോർഡബിൾ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. നമ്മുടെ കോഴ്സുകളും അങ്ങനെ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് എല്ലാ സബ്ജക്റ്റുകളിലും കൃത്യമായിട്ടുള്ള സിലബസ് അണ്ടർസ്റ്റാൻഡിങ് കുട്ടികളിൽ ഉണ്ടാകുക, അവർക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കുക. കാരണം പലപ്പോഴും എല്ലാവർക്കും ഇത് സെൽഫ് സ്റ്റഡിയിലേക്ക് ഇത് മൊത്തം പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് പോസിബിൾ അല്ല. അത് പോസിബിൾ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ എല്ലാവർക്കും അത് പോസിബിൾ അല്ല. അങ്ങനെ പോസിബിൾ അല്ലാത്ത ആളുകൾക്ക് ഒരു കൈത്താങ്ങാണ്. ഓക്കെ, അവർക്കിത് പഠിച്ചെടുക്കാനായിട്ട് ഇനീഷ്യലി നന്നായിട്ട് സിലബസ് കവർ ചെയ്യാനായിട്ട് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ IPMIS അക്കാഡമിയിൽ അല്ലെങ്കിൽ IPMIS ആപ്പിൽ നമ്മൾ ഓഫർ ചെയ്യുന്ന ഓരോ കോഴ്സുകളും. അപ്പം ഒരു ചോദ്യം, നമ്മൾ ഈ അക്കാഡമീസിലൊക്കെ തരുന്ന ഇൻഫർമേഷൻ മാത്രം മതിയോ നമുക്ക് ഇത് ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാനായിട്ട് എന്നുള്ളൊരു ചോദ്യം വളരെ റെലവൻ്റ് ആണ്. പോരാ. കാരണം ഒരു കാരണവശാലും നിങ്ങളൊരു ഏതെങ്കിലും ഒരു അക്കാഡമി, അതിപ്പം IPMIS അക്കാഡമി ആയാലും നമ്മുടെ അക്കാഡമിയാണ് നിർത്തുകൊള്ളുക, ഏത് അക്കാഡമി തരുന്ന നോട്ട്സുകളും അവരുടെ മെറ്റീരിയൽസും മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും സിവിൽ സർവീസ് എക്സാം ടോപ്പ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എക്സ്ട്രാ വർക്കാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എത്രത്തോളം അതിന് വേണ്ടിയിട്ട് എഫർട്ട് ഇടുന്നുണ്ട്, നിങ്ങളുടെ ഇൻപുട്ട് എന്താണ് അവിടെ വരുന്നത്. നിങ്ങളൊരു കാര്യം പഠിച്ചു, ഇപ്പൊ ഇന്ന് നിങ്ങൾ അക്കാഡമിയിൽ നിന്നൊരു കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് ദ ഫർദർ റിസർച്ച് യു ഹാവ് ടു ഡു. ഇനീഷ്യലി ആ കോൺസെപ്റ്റിനെ പരിചയപ്പെടുത്താനും അതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും നമുക്ക് പറ്റും. പക്ഷെ അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക, അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് യുവർ ഓൺ വേ ഓഫ് ആക്ച്വലി സ്റ്റഡി. അത് നിങ്ങൾ ചെയ്യുന്നതും വേറൊരാൾ ചെയ്യുന്നതും ഡിഫറെൻ്റ് ആണ്. അങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് അല്ലെ വ്യത്യസ്തയാകുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് റാങ്കിലേക്ക് ഇടം പിടിക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെ. സോ ആ എഫേർട്ട് നമ്മൾ എപ്പോഴും ഇടണം. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാനാണ് പറ്റുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, എല്ലാ കണ്ടന്റും വളരെ ടോപ്പിക് സ്പെസിഫിക് ആയിട്ടുള്ളത്, നമുക്കെല്ലാം ടോപ്പിക്സ് ആണല്ലോ, അതിനെല്ലാം ടോപ്പിക് സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ക്ലാസ് സെഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ കണ്ടന്റ് പഠിക്കാൻ പറ്റും. പക്ഷെ ആ കണ്ടന്റിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് എവിടെ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിന്റെ കറണ്ട് അഫെയർ എങ്ങനെയാണ് അതിലേക്ക് കണക്ട് ചെയ്ത് വന്നിട്ടുള്ളത്, ഇതൊക്കെ നമ്മളുടെ ഒരു എക്സ്ട്രാ റിസർച്ചിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യമാണ്. സോ ചോദിച്ച ചോദ്യത്തിനകത്ത് എനിക്ക് തോന്നുന്നു ഞാനത് ആൻസർ ചെയ്തെന്ന് തോന്നുന്നു. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അതിന് അഫോർഡബിൾ ആയിട്ട് കൊടുക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ ഡിഫിക്കൽട്ടി. അഫോർഡബിൾ ആയിട്ട് കൊടുക്കുന്നത് റിസീവ് ചെയ്യുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അവർക്കത് മനസ്സിലാകുന്നില്ല, ഇത് പറ്റും, അഫോർഡബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം ആളുകൾക്ക് മനസ്സിലാകുന്നില്ല, അവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ചലഞ്ച് ഞാൻ അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമി ഫേസ് ചെയ്യുന്നതായിട്ടുള്ളത്. പിന്നെ എനിക്ക് കുറച്ചുകൂടെ ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാല് നമ്മുടെ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന സൈക്കോളജിക്കൽ വെൽബീയിങ് സെഷൻസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു തോട്ടിലേക്ക് എങ്ങനെയാണ് സാർ എത്തിയത്? കാരണം സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു അൺസർട്ടൺ ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ്. ലാക്സ് ഓഫ് സ്റ്റുഡൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സാമിനേഷനകത്ത് അവർക്ക് വേണ്ടുന്നത് ചിലപ്പോൾ ഒരു 1000 പേരെയോ 1100 പേരെയോ ആണ്. അപ്പം ബാക്കിയുള്ള അത്രയും ആളുകൾക്ക് ദിസ് ബിക്കംസ് എൻ അൺസർട്ടൺ എക്സാമിനേഷൻ. ഈ അൺസർട്ടനിറ്റിക്ക് നമ്മൾ എന്ത് കാര്യം അൺസർട്ടൺ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രെസ് ഉണ്ടാവും അല്ലെ, നമുക്ക് നമ്മളുടേതായിട്ട് രീതിയിലൊരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാവും. സോ എപ്പോഴും നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം, നമ്മൾ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു തീരുമാനങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ടെൻസ്ഡ് ആയിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾക്ക്, ടെൻസ്ഡ് ആയിട്ട് ചെയ്യുന്ന ആക്ഷനുകൾക്ക്, ടെൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നിടത്ത് ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ആരുമായിട്ടെങ്കിലും നമ്മളുടെ പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ടെൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ, ആ ടെൻഷനിൽ നമ്മൾ അയാളോട് റിയാക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ വേറൊരാളെ വേദനിപ്പിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ റെസ്പോൺസ് അങ്ങനെയായിരിക്കും, കാരണം വി ആർ സ്ട്രെസ്ഡ്. അപ്പം ഇതെന്താ മനസ്സിലാക്കി തരുന്നത്, സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. വർക്ക് ചെയ്യുന്നവരുണ്ട്, ചിലർക്ക് വളരെയധികം സ്ട്രെസ് ഉണ്ടെങ്കിൽ അവർ നന്നായിട്ട് വർക്ക് ചെയ്യും. പക്ഷെ അതൊരു നല്ല കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു സ്ട്രെസ്സിൽ ഇരുന്ന് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ചിലപ്പോൾ നിങ്ങൾ പുസ്തകത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടാവാം. ഇവിടെ നമ്മുടെ ഒരു 80 to 90% ഓഫ് ദ ആസ്പിരൻസിന് സംഭവിക്കുന്ന ഒരു പ്രശ്നം ഞാൻ പറയാം. അതായത് നമ്മൾ പുസ്തകത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടാവും, നമ്മൾ നോട്ട്സിന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടാവാം. ഒരു 6 മണിക്കൂർ ഇരുന്നെന്ന് വിചാരിച്ചോ, ഈ 6 മണിക്കൂർ ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന 1 മണിക്കൂർ മാത്രമായിരിക്കും. ബാക്കി സമയം നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മുടെ ചിന്തകൾ ഇങ്ങനെ, കാരണം നമുക്ക് ചിന്തിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു എൻഡ് ഒന്നുമില്ല, ലിമിറ്റ്ലെസ് ആയിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. അപ്പൊ അതിങ്ങനെ വാൻഡർ ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ തോട്ട്സ്. അതായത് ഞാൻ ഇത്രയും നാളും ഞാൻ ആ പഠിച്ച സമയത്ത് മര്യാദയ്ക്ക് പഠിച്ചായിരുന്നെങ്കിൽ ഈ പ്രശ്നം എനിക്ക് വരുമായിരുന്നു. പിന്നെ അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കും, അന്ന് പഠിക്കായിരുന്നു എന്നുള്ള കാര്യം.
പിന്നെ നമ്മൾ ആലോചിക്കുന്നത് ഓക്കെ ഇനി ഫ്യൂച്ചറിൽ എങ്ങനെയാണ് നടക്കാൻ പോകുന്നത്, ഇനി വേറൊരാളുടെ പഠന രീതി എങ്ങനെയായിരിക്കും, അത്രയും അവർ പഠിച്ചതിനത്ര എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ, ഇന്ന് ക്ലാസ് ടെസ്റ്റ് എടുത്തപ്പോഴത്തേനും എനിക്ക് എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത്, ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് എന്താ കിട്ടാത്തത്, ഇങ്ങനെയുള്ള നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അങ്ങേ അറ്റം. ഇനി വേറെ പേഴ്സണൽ ഇഷ്യൂസും ഉണ്ടാവും, നമ്മുടേതുള്ള പേഴ്സണൽ കാര്യങ്ങൾ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ആക്ച്വലി നമുക്ക് പഠിക്കാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ടൈം നമ്മൾ വേസ്റ്റ് ആയിപ്പോയി. അത് എന്തുകൊണ്ടാണ്? നമ്മളൊരു ടെൻസ്ഡ് തോട്ടിൽ നിന്നായിരിക്കും ഈ സാധനങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സോ നമ്മളെ തന്നെ സെൽഫ് റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഓക്കെ, സെൽഫ് റെഗുലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതിന്റെ അർത്ഥം ഫുൾ ടൈം പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതല്ല. പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്ന് ഞാൻ എപ്പോഴും എല്ലാ സെഷനിലും പറയും, യു ഷുഡ് ഹാവ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം പോസിറ്റീവായി നടക്കും എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. നിങ്ങൾക്കൊരു മോശമായ അനുഭവം ഉണ്ടായാലും അതിനെ ഓവർകം ചെയ്ത് പെട്ടെന്ന് ഓവർകം ചെയ്ത് തിരിച്ചു വരിക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. റെസിലിയൻസ് എന്ന് പറയും. അതായത് നമ്മൾ തോറ്റു, ഒരു പരീക്ഷയ്ക്ക് നമ്മൾ എഴുതി, നമ്മൾ പ്രിലിംസിൽ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുക, വിഷമം ഉണ്ടാവും, ഒബ്വിയസ്ലി വിഷമം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ആ വർഷം മുഴുവൻ നമ്മൾ അതിന്റെ പരാജയത്തെ ഓർത്ത് വേറൊന്നും ചെയ്യാണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? വി നീഡ് ടു ബൗൺസ് ബാക്ക്. നമ്മൾ റെസിലിയന്റ് ആയിരിക്കണം, അല്ലേ? ആ റെസിലിയൻസിന്റെ സ്പീഡ് കൂടും നമ്മൾ വളരെ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ. കാരണം നമുക്കറിയാം ഇത് ഈ ടൈം വർക്കായില്ല, കാരണം ഈ ടൈം ഞാൻ എഴുതിയപ്പോൾ എനിക്ക് വർക്കായില്ല, അതിന്റെ കാരണം ഞാൻ ഇന്ന മിസ്റ്റേക്സ് ചെയ്തിരുന്നു, അതെനിക്ക് മനസ്സിലായത് ഞാനത് എഴുതിയപ്പോഴാണ്. അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ എല്ലാം പഠിച്ചിരുന്നു എന്നാണ്. പക്ഷെ ആ എക്സാം എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കുറച്ചും കൂടി ഇന്ന ഏരിയാസിൽ ഫോക്കസ് ചെയ്യേണ്ടതായിരുന്നു. ഇഫ് യു ക്യാൻ കൺസിഡർ ഈച്ച് ഫെയിലിയർ ആസ് എ ലേണിംഗ്, ഓരോ ഫെയിലിയറിനെ നമുക്ക് അതിനെ ലേണിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സക്സസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഫെയിൽ ആകത്തില്ലെന്നല്ല പറഞ്ഞത്, സക്സസ് ആയതിനു ശേഷം പിന്നെയും ഫെയിൽ ആവും, പിന്നെയും അതിനെ നമുക്ക് ലേണിംഗ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് സക്സസിലേക്ക് എത്തണം. ഓക്കെ, ഇതാണ്. സോ പോസിറ്റീവ് മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസ് നോട്ട് മീൻ ദാറ്റ് നെഗറ്റീവ് വിൽ നോട്ട് ഹാപ്പൻ. നെഗറ്റീവ് വിൽ ഡെഫിനറ്റ്ലി ഹാപ്പൻ. പക്ഷെ അതിനെ എങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ളത് കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഹാൻസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇഫ് യു ഹാവ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സൈക്കോളജിക്കൽ വെൽബീയിങ് സെഷൻസ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒരു കോൺഫിഡൻസ് ആണ്, ഒരു ഹോപ്പാണ്. ഈവൻ ഇഫ് നമ്മൾ ഡൗൺ ആയി പോയി കഴിഞ്ഞാലും ഓക്കെ, യു നീഡ് ടു കം ബാക്ക്. നിങ്ങളെ വേറെ ആർക്കും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ തിരിച്ചു വരണം. കാരണം ഈ ലോകത്ത് ആർക്കും നിങ്ങളെ ഈ എക്സാമിനേഷൻ എഴുതാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തന്നെ എഴുതണം, നിങ്ങളുടെ തല തന്നെ വർക്ക് ചെയ്യണം, നിങ്ങളുടെ ബ്രെയിൻ തന്നെ ചിന്തിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് ഇഫ് യു വാണ്ട് ടു മേക്ക് എ ചേഞ്ച്, ഇഫ് യു വാണ്ട് ടു ഡു സംതിങ്, ഇഫ് യു വാണ്ട് ടു സീ വണ്ടേഴ്സ് ഇൻ യുവർ പ്രിപ്പറേഷൻ, യു ഹാവ് ടു ആക്ട്. If you want to act, you need to have that motivation. If you lose that motivation, then we are there to help you. That's it. അതായിരുന്നു നമ്മളുടെ ഒരു ഒബ്ജക്റ്റീവ്. ഈ ഒരു സൈക്കോളജിക്കൽ വെൽബീയിങ് സെഷൻസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുന്നതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ സാർ ഈ റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്ത ബുക്ക് എന്താ പറയാ, ഒരു ബിഗിനേഴ്സിനുള്ള ഒരു മാനുവൽ എന്നുള്ള രീതിയിലാണോ? എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അത് ഒബ്വിയസ്ലി അത് ബിഗിനേഴ്സിനുള്ള മാനുവൽ തന്നെയാണ്. കാരണം ഞാൻ എപ്പോഴും ഇപ്പം ഒരു വർഷം കോച്ചിങ് അറ്റൻഡ് ചെയ്തൊരു കുട്ടിയെ നമുക്ക് പ്രത്യേകിച്ച് അവരോടൊന്നും പറയേണ്ടതായിട്ടില്ല. അത് മാത്രമല്ല, അവർക്ക് ചിലപ്പോൾ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ വെച്ചാൽ ഡിഫിക്കൽട്ട് ടാസ്ക്. ഏകദേശം എക്സാം എഴുതാൻ ഒക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് വന്നിട്ട് സ്ട്രാറ്റജീസ് ചേഞ്ചസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കൺഫ്യൂസ് ദം. അൾട്ടിമേറ്റ്ലി അത് അവർക്കൊരു എന്താ പറഞ്ഞ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റേ ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. പക്ഷെ അവരിപ്പോൾ ഇന്ന് ഫെയിൽ ചെയ്തപ്പോൾ തന്നെ അവർ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ചേഞ്ചസ് വരുത്താം, അവരുടെ സ്ട്രാറ്റജീസ് നമുക്ക് ചേഞ്ചസ് വരുത്താം. പക്ഷേ ടുവേർഡ്സ് ദി എക്സാം അടുത്തിരിക്കുമ്പോൾ നമ്മൾ ഈ ചേഞ്ചസ് കൊണ്ടുവന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ബിഗിനേഴ്സിനെയാണ്. ഇപ്പം ഫ്രഷ് കാൻഡിഡേറ്റ്സ് ആണ് അവരല്ലേ, അപ്പൊ അവർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഫ്രഷ് കാൻഡിഡേറ്റ്സിനുള്ളത് ഡൗട്ട്സ് ആണ്. നമ്മൾ ഡൗട്ട്ഫുൾ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ആർക്ക് വേണമെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. കുറച്ച് നോളജ് ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നന്നായിട്ട് കൺവിൻസ് ചെയ്യാനുള്ള പാഠവും ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാം, നമ്മൾ ഡൗട്ട്ഫുൾ ആയിട്ടിരിക്കുകയാണെങ്കിൽ. സോ ആ സമയത്ത് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള, അതായത് വർക്ക് ആകും എന്ന് ഉറപ്പുള്ള കുറച്ച് സ്ട്രാറ്റജീസ്, കുറച്ച് സ്റ്റെപ്സ്, കുറച്ച് ഇനിഷ്യേറ്റീവ്സ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ബുക്കിന്റെ പ്രധാന ഉദ്ദേശം. അപ്പൊ അത് തന്നെയായിരുന്നു എൻ്റെ ഇന്റൻഷൻ. അത് തന്നെയായിരുന്നു നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം ടേക്ക് കെയർ ചെയ്യേണ്ടത്. നിങ്ങൾ തുടങ്ങുന്ന സമയത്ത്, നിങ്ങളുടെ തുടക്ക സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിട്ടതും അങ്ങനെ തന്നെയാണ്, ഗെറ്റ് സെറ്റ് ഗോ ഫോർ IAS, എ ബ്ലൂ പ്രിന്റ് ഫോർ എഫക്റ്റീവ് പ്രിപ്പറേഷൻ. അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗെറ്റ് സെറ്റ് ഗോ. നമ്മളെപ്പോഴും ഈ ഓടാനൊക്കെ പോകുമ്പോൾ തന്നെ, സ്കൂളിൽ നിന്ന് ഓട്ട മത്സരത്തിനൊക്കെ പോകുമ്പോൾ തന്നെ അവർ ആദ്യം പറയുന്ന സാധനമാണ് ഗെറ്റ് സെറ്റ് ഗോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പം ആ തുടക്കം തന്നെ അവിടെ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ അതിനുവേണ്ടി തുടങ്ങിക്കോളുക, ഈ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. പിന്നെ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഇപ്പം NCERT വായിക്കണം എന്ന് നമ്മൾ എല്ലാവരോടും പറയും. NCERT എങ്ങനെ വായിക്കണമെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും.
നോർമലി എല്ലാവരും ഇത് പറഞ്ഞു തരാറില്ല എൻ സി ആർ ടി എങ്ങനെ വായിക്കണം. എല്ലാവരും നമ്മളോട് പറയും എൻ സി ആർ ടി ഇസ് മസ്റ്റ്, യു ഹാവ് ടു റീഡ് ഇറ്റ്. Newspaper is must, you have to read it. But they will not tell us what to read in newspaper. They will not tell us what to read in NCERT. പക്ഷെ നമ്മൾ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും എങ്ങനെ വായിക്കണം എന്നുള്ളത്. പക്ഷെ എങ്ങനെ വായിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴും ഓരോരുത്തരും വായിക്കുന്നതിലും അവർക്ക് കിട്ടുന്ന ഔട്ട്കമ്മിലും എല്ലാം വ്യത്യാസം ഉണ്ടാകും. അവർ കൊണ്ടുപോകുന്ന പ്രോസസ്സിൽ വ്യത്യാസം ഉണ്ടാകും. ചിലർ വായിക്കുമ്പോൾ നോട്ട്സ് എഴുതിയായിരിക്കും വായിക്കുന്നത്. ചിലർ ഒരു പ്രാവശ്യം വായിച്ചതിന് ശേഷം പിന്നെ രണ്ടാമത് വായിക്കുമ്പോഴായിരിക്കും നോട്ട്സ് എഴുതുന്നത്. ചിലർ വായിച്ചിട്ട് ഉടനെ തന്നെ അതിന്റെ ഏറ്റവും ബാക്ക് സൈഡിലുള്ള അതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം കൃത്യമായിട്ട് ചെയ്ത് നോക്കും. സോ ഓരോരുത്തരുടെയും രീതി വ്യത്യസ്തമായിരിക്കാം. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് എല്ലാവർക്കും ആ ഒരു തുടക്കത്തിന്റെ കാര്യത്തിൽ അത് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം. അപ്പൊ അതിനുവേണ്ടി വളരെ ഒരു എന്താ പറയുക ഒരു 80 അടുത്ത് പേജസ് മാത്രമുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്. പക്ഷെ അത് വളരെ ഇന്ററാക്റ്റീവ് ആണ്. അത് നോളജ് അല്ല, നമ്മൾ പറയുന്നുള്ള നോളജ് അല്ല, ഓരോ ആക്ടിവിറ്റി കൊടുത്തിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുക. ഓക്കെ, സിലബസ് നിങ്ങൾ എന്ത് ചെയ്യണം, സിലബസിന് വേണ്ടിയിട്ട് PYQs നിങ്ങൾ എങ്ങനെ അനലൈസ് ചെയ്യണം, അതിന് എത്ര കോളങ്ങൾ നിങ്ങൾ തിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ പത്രം വായിക്കുമ്പോൾ അതിനെ എങ്ങനെയായിരിക്കണം നിങ്ങൾ പത്രത്തെ ഡിവൈഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ന്യൂസുകൾ നിങ്ങൾ ചൂസ് ചെയ്യണം. ഇങ്ങനെയുള്ള വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഒരു ബുക്കാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാല് ബിഗിനേഴ്സിന് ഒക്കെ വളരെ എഫക്റ്റീവ് ആവും. എന്നാലിപ്പം എന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു സിവിൽ സർവീസ് ആസ്പിറന്റ് തന്നെയാണ്. പക്ഷെ എനിക്കൊരു പ്ലാൻ ബിയും കൂടി ഉണ്ട്. ആദ്യം ഒരു ജോലി കിട്ടുകയാണെങ്കിൽ അഫ്കോഴ്സ് ഞാൻ ജോയിൻ ചെയ്യും. അപ്പം എന്നെ പോലുള്ള ആളുകൾക്കും ഇത് വളരെ എഫക്റ്റീവ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ലൈക്ക് 1.5 വർഷമായിട്ട് ഇപ്പം ഞാൻ സാറിന്റെ സ്റ്റുഡന്റ് ആണ്. അപ്പോ അത് ഇന്ററാക്ഷൻ നമ്മൾ തമ്മിൽ പലതവണ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. ഈ ടൈപ്പ് ഓഫ് എന്താ പറയുന്നത് ഒരു ഉപദേശങ്ങൾ അല്ലെങ്കിൽ മെത്തേഡ്സ് എന്ന് തന്നെ പറയാം. അപ്പൊ അത് എനിക്ക് എങ്ങനെ വർക്കായി എന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ അറിയാം. കാരണം ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറി വെച്ചിട്ടോ അല്ലെങ്കിൽ നേരത്തെ പഠിച്ചിരുന്ന സബ്ജക്ട്സിന്റെ ആ ഒരു ഓർമ്മയിൽ നിന്ന് മാത്രം സ്റ്റിൽ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഞാൻ ഇതേപോലത്തുള്ള എക്സാംസ് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതിന്റെ എന്റെ കാരണം ഞാനത് പറയാൻ കാര്യം, അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ അതായത് 1-2 വർഷം പ്രിപ്പയർ ചെയ്ത ആളുകൾക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാവുമെന്ന് പറയാൻ കാര്യം, നമ്മൾ അതിനകത്ത് ഫൗണ്ടേഷണൽ മെത്തേഡ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് NCERT എങ്ങനെ വായിക്കണം, ഏതൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഒരുമിച്ച് വായിക്കേണ്ടത്. കാരണം പലപ്പോഴും ഇവിടേക്കാണ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് വരുത്തുന്നത്. നമ്മുടെ സമയം ഒരുപാട് പോകുന്നതും അവിടെയാണ്, നമ്മൾ മിസ്റ്റേക്സ് വരുത്തുന്നതും അവിടെയാണ്. അപ്പം അത് ഓൾറെഡി വായിച്ചിട്ടുള്ള ഒരാളോട് പിന്നെയും അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പം ഫസ്റ്റ് തോട്ട് വരുന്നത് ഒക്കെ ഞാൻ ചെയ്തതെല്ലാം തെറ്റായി പോയല്ലോ ദൈവമേ എന്നുള്ളതായിരിക്കും, അല്ലേ? ദാറ്റ്സ് എ ഗിൽറ്റി ഫീൽ. പക്ഷെ അത് ഉണ്ടാവാൻ പാടില്ല. അത് മാത്രമല്ല, ഇനി എനിക്കത് തിരിച്ച് ചെയ്യാനുള്ള സമയമില്ലല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺസേണുകൾ അവരെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണത് കൂടുതലും എഫക്റ്റീവ് ആകുന്നത് ബിഗിനേഴ്സിനാണ് എന്നുള്ള കാര്യം പറയാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സെൽഫ് ഇവാലുവേഷൻ ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഒരു വർഷം ഒരു നല്ലൊരു കോച്ചിങ് സെന്ററിൽ പോയിട്ടുള്ള ഒരാൾക്കറിയാം എന്ത് പഠിക്കണം എന്നുള്ള കാര്യത്തെ പറ്റി അവർക്ക് കൃത്യമായിട്ട് ധാരണ ഉണ്ടാവും. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആയിരിക്കും. അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റില്ല. ദേ ആർ നോട്ട് പ്രാക്ടിക്കൽ. നോളജ് ഉണ്ടാവും, അവർക്ക് എന്ത് ചെയ്യണമെന്നൊക്കെ അറിയായിരിക്കും, പക്ഷെ ദേ ആർ നോട്ട് ടേക്കിംഗ് ആക്ഷൻ. ടേക്കിംഗ് ആക്ഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഒരു സിവിൽ സർവീസ് ഓഫീസറായിട്ട് ഡ്രീം ചെയ്യുന്നതിന് യാതൊരുവിധ പ്രശ്നവുമില്ല. നിങ്ങൾ ഡ്രീം ചെയ്തോ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ എത്ര വേണമെങ്കിലും ഡ്രീം ചെയ്യണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്. നിങ്ങൾ ചെയ്തിരിക്കണം. പക്ഷെ ആ ഡ്രീമിന്റെ കൂടെ, അങ്ങനെ നമ്മൾ സ്വപ്നം കാണുന്നതിന്റെ കൂടെ നമ്മൾ ആക്ഷനൂടെ വേണം. അതിന് വേണ്ടിയിട്ട് അലൈൻഡ് ആയിട്ടുള്ള ആക്ഷനൂടെ നമ്മൾ എടുക്കണം, അല്ലേ? ഇപ്പോൾ നിങ്ങൾ സിവിൽ സർവീസ് ഓഫീസർ ആവണമെന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങൾ 5 മണിക്ക് എണീക്കുന്നു, അല്ലെങ്കിൽ കൃത്യസമയം പാലിച്ച് നിങ്ങൾ പഠിക്കുന്നു, നിങ്ങൾ കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകൾ എടുക്കുന്നു, then your actions are also aligned with your goal. then there are എന്താ പറയുക ഒരുപാട് ചാൻസസ് ആണ് നിങ്ങൾക്ക് അത് എത്തിച്ചേരാനായിട്ടുള്ളത്, അല്ലെ? പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. എന്നാൽ നിങ്ങൾ ഡ്രീം ചെയ്യുന്നതിന് ഒരു കുറവുമില്ല. നിങ്ങൾ നന്നായിട്ട് സ്വപ്നം കാണുന്നുണ്ട്, പക്ഷെ ആക്ഷൻ എടുക്കുന്നില്ല. അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് അവിടെ എത്തിച്ചേരാനായിട്ട് പറ്റുന്നത്? അപ്പൊ ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ആ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ടൈപ്സ് ഓഫ് ആസ്പിറൻസ് എന്നുള്ള രീതിയിൽ ഞാൻ അതിനകത്ത് കൃത്യമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് മോട്ടിവേഷൻ ലെവലിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ആ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതായത് സാർ എൻ്റെ ലൈക്ക് സീനിയേഴ്സ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം സാറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്താ പറയുക നമ്മുടെ കോഴ്സ്
ഈ വർക്ക് ചെയ്യുന്ന താല്പര്യമുള്ള, ഇപ്പം എല്ലാവർക്കും ഉടനെ കോച്ചിങ്ങിന് പോയി അല്ലെങ്കിൽ 1-2 വർഷം കോച്ചിങ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലുള്ള ആളുകളുണ്ട്. എന്നാൽ അവർക്ക് താല്പര്യം ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഈ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ എന്താ പറയുക, അവർക്ക് എങ്ങനെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ കോഴ്സ് ഒന്ന് ഡിസൈൻ ചെയ്തേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഉപകാരമാണ്. ഓക്കെ. സോ നമ്മളുടെ ഇപ്പോഴത്തെ കോഴ്സ്, നമുക്കിപ്പോൾ ഉള്ള ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമ്മളിപ്പോൾ കൊടുക്കുന്ന ഒരു കോഴ്സ് ഉണ്ട്. അതായത് UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ തന്നെയാണ് അതിന്റെ പേരിട്ടേക്കുന്നത്. ആ എക്സാമിന്റെ കോഴ്സിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ചിലപ്പം യു കാൺ ബിലീവ് ദാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 12,000 രൂപ, 12,000 റുപ്പീസ് ആണ് ഒരു വർഷത്തേക്കുള്ള കോഴ്സിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണ്, നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്കാണ് പരീക്ഷ എഴുതേണ്ടതെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി ചൂസ് ദാറ്റ് കോഴ്സ്. ആ കോഴ്സ് നിങ്ങൾക്ക് എടുക്കാം. ഇനി അതല്ല, നിങ്ങളൊരു സ്കൂൾ സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണെന്ന് വെച്ചോളുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഇയർ ചൂസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് 3 വർഷത്തേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ 3 വർഷത്തേക്ക് നിങ്ങൾക്ക് വാലിഡിറ്റി ചൂസ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനനുസരിച്ച് അതിന്റെ പ്രൈസിങ് വേരി ചെയ്യുകയും ചെയ്യും. പക്ഷേ ബേസിക് അതിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 12,000 റുപ്പീസ് മാത്രമാണ്. അപ്പോൾ ഒരു വർക്കിംഗ് പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് നോട്ട് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ഓക്കെ. ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഡിസിഷൻ എടുക്കുക എന്ന് പറയുമ്പോഴേക്കും ഒരു കോളേജ് സ്റ്റുഡന്റ് അവരവരുടെ വീട്ടിൽ പോയി കൺസൾട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ഇത് വരും. ചിലപ്പം അവർക്ക് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻറ്റും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ 12,000 ഞാൻ പറഞ്ഞു, ദാറ്റ് ഈസ് നോട്ട് എ സ്മോൾ എമൗണ്ട് ഫോർ എവ്രി വൺ. എല്ലാവർക്കും 12,000 എന്ന് പറയുന്ന ഒരു സ്മോൾ എമൗണ്ട് അല്ല. ഇറ്റ്സ് എ ബിഗ് എമൗണ്ട് ഫോർ മെനി പീപ്പിൾ, അല്ലേ? ഒരുപാട് ആളുകൾക്ക്, നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ആളുകൾക്ക് 12,000 എന്ന് പറയുന്നതും വളരെ വലിയ എമൗണ്ട് ആണ്. കാരണം എന്നോട് സംസാരിക്കുന്ന ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട്, സാർ അതിന് എന്തെങ്കിലും റിഡക്ഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അതിനകത്ത് എനിക്ക് ഒരിക്കലും അത്ഭുതം തോന്നാറില്ല. കാരണം അങ്ങനെയുള്ള ആളുകൾ നമുക്കുണ്ട്. 12,000 റുപ്പീസ് ഇസ് വെരി ഡിഫിക്കൽട്ട് ഫോർ സർട്ടൻ പീപ്പിൾ ടു അഫോർഡ്. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പം ഈ നമ്മുടെ കോഴ്സിനകത്ത് ജനറൽ സ്റ്റഡീസ് സബ്ജക്റ്റ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഒരു ഡീറ്റെയിൽഡ് ലെക്ചേഴ്സ് ആയിട്ടല്ല. അവിടെയാണ് ഇവർക്ക് അഡ്വാൻറ്റേജ് വരുന്നത്. ഒരു കോളേജ് സ്റ്റുഡന്റ് ആണെങ്കിലും ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിലും അവർക്കുള്ള അഡ്വാൻറ്റേജ് അവിടെയാണ് വരുന്നത്. ദേ ഡോണ്ട് നീഡ് ടു വേസ്റ്റ് ടൈം. ഒരുപാട് ടൈം അതിന് വേണ്ടിയിട്ട് ഇവർ കൺസ്യൂം ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഇപ്പോൾ ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ചുള്ളൂ. അപ്പം ഇന്ത്യൻ പോളിറ്റി എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ പോളിറ്റിയുടെ ആർട്ടിക്കിൾ 1 എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്, ആർട്ടിക്കിൾ 2 എന്ന് പറയുന്ന ടോപ്പിക്കാണ്, ആർട്ടിക്കിൾ 3 എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പം ഇതെല്ലാം ഓരോ ടോപ്പിക് സ്പെസിഫിക് വീഡിയോസ് ആയിട്ടാണ് വരുന്നത്. അപ്പം നിങ്ങൾ ഒരു 2 മണിക്കൂർ വീഡിയോ കാണണ്ട ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റി പഠിക്കാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത്, നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ഓരോരോ കോൺസെപ്റ്റ് ആയിട്ട് പഠിക്കാം. അതൊരു 10 മിനിറ്റ് വീഡിയോ ആവാം, ചിലതൊരു 15 മിനിറ്റ് വീഡിയോ ആവാം, ചിലതൊരു 6 മിനിറ്റ് വീഡിയോ ആവാം. സോ ഇത് ഡിഫേഴ്സ് ആണ്. അപ്പം അങ്ങനെ പഠിക്കുമ്പോൾ അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് അവർക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. അത് മാത്രമല്ല, ദേ ക്യാൻ ക്ലിയർലി സേ എന്തൊക്കെ അവർ പഠിച്ചു എന്നുള്ളത്, എന്തൊക്കെ ടോപ്പിക്സ് കവർ ചെയ്തു എന്നുള്ളത് ഓരോ ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും, കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ ക്ലാസ്സസ് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു വീക്ക്ലി മോഡലാണ്. ഓരോ വീക്കിലും നിങ്ങൾ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യണം എന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ ചില കുട്ടികൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്, അവർക്ക് ഒരുപാട് അക്കാഡമിക് വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ആ 1 വീക്ക് എന്നുള്ളതിനെ അവർക്ക് 2 വീക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ 1 വീക്കിലുള്ള കാര്യങ്ങൾ അവർ 2 വീക്സിൽ പഠിച്ച് തീർത്താൽ മതി. മനസ്സിലായില്ലേ? പക്ഷെ ഒരു വർക്കിംഗ് പ്രൊഫഷണലാണ്, അവർക്ക് സമയമുണ്ട് എന്ന് വെച്ചോളുക, ഉണ്ടെങ്കിൽ അവർക്ക് ആ 1 വീക്കിൽ തന്നെ കാര്യം തീർക്കാം. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു 23 വീക്സ് കൊണ്ട് അവർക്ക് ഈ ഒരു സിലബസിനെ പറ്റി കൃത്യമായിട്ടുള്ളൊരു ധാരണയോടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ അങ്ങനെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് ടോപ്പിക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഞാനിപ്പോൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ വിഷ്ണു ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജീസ് ആണ്. ഈ സ്ട്രാറ്റജീസിന്റെ ഒരു 30% അല്ലെങ്കിൽ 40% ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ കോഴ്സിനകത്ത് എനിക്ക് എന്തൊക്കെ അറിയാമോ, നമ്മളുടെ ഫാക്കൾട്ടിക്ക് എന്തൊക്കെ ഷെയർ ചെയ്യാനുണ്ടോ, അതൊക്കെ ഹൈ ഇൻഫർമേഷൻ ആയിട്ട് തന്നെ, അത്രയും എന്താ പറയുക, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ നമ്മുടെ കോഴ്സിൽ സ്ട്രാറ്റജീസ് ഫോർ എക്സാം എന്നുള്ള രീതിയിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയും അതുകൂടാതെ നമ്മളിതിനകത്ത് കറണ്ട് അഫയേഴ്സ് ചെയ്യുന്നുണ്ട്. അതും ടോപ്പിക് സ്പെസിഫിക് വീഡിയോസ് ആയിട്ട് തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സും ചെയ്യുന്നുണ്ട്. അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അതൊരു ഡൈനാമിക് ആയിട്ടുള്ള ഏരിയ ആണല്ലോ കറണ്ട് അഫയർ എന്ന് പറയുന്നത്. കാരണം അത് ഇന്ന് തീരുന്നില്ല, ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന ഒരു കോഴ്സാണ് ഇതെന്ന് പറയുന്നത്. അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു കോഴ്സാണ്. ഇറ്റ്സ് നോട്ട് ഒരു സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിന്ന് പോയിട്ടുള്ള ഒരു കോഴ്സ് ഒന്നുമല്ല. അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. ഓരോ ഇൻഫർമേഷൻ വരുന്ന അനുസരിച്ച് നമ്മൾ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യും. നോട്ട് ഓൺലി ഇൻ കറണ്ട് അഫയർ, ഇനിയിപ്പോൾ സ്റ്റാറ്റിക് കണ്ടന്റിലാണെങ്കിൽ പോലും അപ്ഡേഷൻസ് വിൽ കീപ് ഓൺ ഹാപ്പൻ. ഓക്കെ, അങ്ങനെ ഒരു കോഴ്സാണ്. സോ ഇറ്റ്സ് വെരി ഫ്ലെക്സിബിൾ ഫോർ വർക്കിംഗ് പ്രൊഫഷണൽസ് ആൻഡ് കോളേജ് സ്റ്റുഡൻസ് ആൻഡ് ഓൾസോ ഫോർ അതേഴ്സ്, ഫോർ ദോസ് ഹു ആർ ആക്ച്വലി ഫുൾ ടൈം പ്രിപ്പയറിംഗ് ഫോർ സിവിൽ സർവീസ് എക്സാമിനേഷൻ. എല്ലാവർക്കും
യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ്. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ NCERT നിന്നാണ്. NCERT ഒരു 3-4 വീക്ക് എടുത്ത് അല്ലെങ്കിൽ ഒരു 3-4-5 വീക്ക് എടുത്ത് തീർത്തതിന് ശേഷമാണ് നമ്മൾ അഡ്വാൻസ് സ്റ്റഡീസിലേക്ക് കടക്കുന്നത് തന്നെ. സോ ഫൗണ്ടേഷൻ, ഞാൻ ബിലീവ് ചെയ്യുന്നതാണ്, ഫൗണ്ടേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു നല്ല ഫൗണ്ടേഷൻ ഇല്ലാതെ നിങ്ങൾ കെട്ടി ഉയർത്തുന്ന ഏത് കെട്ടിടവും പൊളിഞ്ഞു വീഴും, അല്ലേ? സോ ആ ഫൗണ്ടേഷൻ കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഈ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. എൻ്റെ ഉത്തരങ്ങളെല്ലാം പെർഫെക്റ്റ് ഉത്തരങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ഉത്തരങ്ങളൊക്കെ എൻ്റെ ബോധ്യങ്ങളും അതേപോലെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ്. ഇതിന് വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അൾട്ടിമേറ്റ്ലി നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും പഠിക്കാനും അറിയാനും ഒക്കെ കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ഓരോരുത്തർക്കും ഉണ്ടാവും. അതിനെ നമ്മൾ പേഴ്സണലൈസ്ഡ് ലേണിംഗ് എന്നൊക്കെ പറയും, ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ്, പേഴ്സണലൈസ്ഡ് ലേണിംഗ് എന്നൊക്കെ പറയും. സോ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സണലൈസ് ടച്ചും കൂടെ കൊണ്ടുവന്ന് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ പറയുമായിരിക്കും രാവിലെ എണീറ്റ് പഠിക്കാൻ പറയും. പക്ഷെ ഫോർ സം പീപ്പിൾ രാവിലെ എണീറ്റ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അഥവാ അവരങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ മൊത്തത്തിൽ അവരുടെ താളം തെറ്റിപ്പോകും. ഓക്കെ, അവരുടെ പഠനത്തിന്റെ മൊത്തത്തിൽ താളം തെറ്റും. അപ്പം അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ വൈകുന്നേരം പഠിച്ചാൽ മതി. പക്ഷെ ടൈം കണ്ടെത്തണം, അതിന് വേണ്ടിയിട്ടുള്ള ടൈം കണ്ടെത്തി വൈകുന്നേരത്തെ പഠിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലൈസ് ചെയ്ത് നിങ്ങളുടെ ആ കാര്യങ്ങളൊക്കെ ഇൻകൾക്കേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. കാരണം ഇത് ഒരുപാട് കുട്ടികളിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഇത് അവർക്ക് ഹെൽപ്ഫുൾ ആകുന്നത് കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നിങ്ങളൊരു IAS കാരനാകണോ അല്ല IAS കാരിയാകണോ എന്നതിനേക്കാൾ ഉപരി യു ക്യാൻ ചേഞ്ച് ലോഡ് ഓഫ് തിങ്സ് ഇൻ യുവർ സെൽഫ്. നിങ്ങളുടെ ഉള്ളിലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ മാറ്റാനായിട്ട് പറ്റും. നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും, നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും, നമ്മുടെ കോൺഫിഡൻസ് ലെവലിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. നമ്മൾ ഓരോ കാര്യങ്ങളും നോക്കിക്കാണുന്ന രീതി ഉണ്ടല്ലോ, എല്ലാത്തിലും ഒരുപാട് വ്യത്യാസങ്ങളും മാറ്റങ്ങളും കൊണ്ട് അത് വളരെ ബെറ്റർ ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു എക്സാമിനേഷനാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ. അതിൻ്റെ ആ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അത്രമാത്രം നിങ്ങൾക്ക് വാല്യൂബിളും അത്രമാത്രം നിങ്ങൾക്ക് എന്താ പറയുക ഇൻഫർമേഷൻ നൽകുന്നതും അത്രമാത്രം നിങ്ങളുടെ ഒരു പാരഡൈം ഷിഫ്റ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രോസസ്സും കൂടെയാണ്. സോ താങ്ക് യു സോ മച്ച് ഈ ഒരു ഇത്രയും ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചതിന് താങ്ക് യു സോ മച്ച്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. കാരണം വേറെ ഒരു ടൈം കണ്ടെത്താനായിട്ട് ഇതുവരെയും പറ്റിയിട്ടില്ലായിരുന്നു നമുക്ക് മലയാളത്തിൽ സെഷൻസ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി, നമ്മളുടെ സെഷൻസ് എല്ലാം നമ്മളുടെ ആപ്ലിക്കേഷനകത്തുള്ള IPM IAS ആപ്ലിക്കേഷനകത്തുള്ള എല്ലാ കോഴ്സുകളും ഇംഗ്ലീഷിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, എല്ലാ ക്ലാസ്സുകളും ഇംഗ്ലീഷിലാണ്. സോ ആ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. സോ അതും കൂടെ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഉള്ള സെഷൻസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. സോ താങ്ക് യു, ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നതിൽ ഐ എം റിയലി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. താങ്ക് യു വിഷ്ണു. താങ്ക് യു.